അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൗദി അറേബ്യയുടെ ദേശീയ ദിനം പ്രമാണിച്ച് കേരള ഇസ്ലാഹി ക്ലാസ് റൂം സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ഈ പ്രോഗ്രാം സൗദി അറേബ്യയുടെ ചരിത്രവും പാരമ്പര്യവും എന്ന വിഷയം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ശ്രീ സലീം സുല്ലമി, കേരള ജമാഅത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഹാർദവമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ആദരണീയരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഇന്ന് സെപ്റ്റംബർ 23 സൗദി അറേബ്യയുടെ ദേശീയ ദിനമായി ആഘോഷിച്ചു വരികയാണ്. ഇതിനോടനുബന്ധിച്ച് ഇസ്ലാഹി ക്ലാസ് റൂം സംഘടിപ്പിക്കുന്ന സാന്ദർഭികമായ ഒരു ചർച്ചയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കേണ്ടത്. ഈ ചർച്ച, ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ സൗദി അറേബ്യയിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും അവിടുത്തെ ചരിത്രവും പാരമ്പര്യവുമൊക്കെ വേണ്ടുവോളം അറിയുന്നവരും പങ്കിടുന്നവരുമാണ്. അത്തരം ആളുകൾ സൗദി അറേബ്യ എന്ന് പറയുന്ന പ്രവിശാലമായ രാജ്യങ്ങളിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുമ്പോൾ അത്തരമൊരു ചർച്ചയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചത് ഏത് നിലക്കാണ് എന്ന് എനിക്കെത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സൗദി അറേബ്യയിലെ ഒരു ജാലിയാത്തിൽ കുറച്ചുകാലം ജോലി ചെയ്തു എന്നതല്ലാതെ, അതിന് ഞാൻ ശമ്പളവും വാങ്ങിച്ചിരുന്നു എന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബന്ധം ഈ സൗദി അറേബ്യയുമായിട്ട് എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്തരമൊരു മഹനീയമായ സ്ഥാനം എനിക്ക് ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്ന് മാത്രമല്ല, ഇത്ര വിപുലമായ തോതിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാന്മാരായ പല ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് എനിക്ക് അവസരം ലഭിച്ചു എന്നുള്ളത് എനിക്ക് കിട്ടിയ വലിയൊരു ആദരവായി, അംഗീകാരമായി ഞാൻ കാണുകയാണ്. ഡോക്ടർ ഹുസൈൻ മുറൂർ സാഹിബോ, ഇ കെ അമൂർ സാഹിബോ, സി പി സാഹിബോ, സിമൂർ സുലീം സാഹിബൊക്കെ നിർവഹിക്കേണ്ട ഒരു പരിപാടി, ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയിൽ ഈ ബഹുമാനപ്പെട്ട നമ്മെ ക്ഷണിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് നാം കാണുന്നു എന്ന് ആമുഖമായിട്ട് അറിയിക്കുകയാണ്. ഈ സൗദി അറേബ്യ, ആധുനിക സൗദി അറേബ്യ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. എണ്ണ സമ്പത്ത്, സ്വർണ്ണ സമ്പത്ത് രണ്ടും ഒരുപോലെ ഒരുമിച്ചുകൂടിയ ഒരു രാജ്യം, ആധുനികമായ സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ, സംവിധാനങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സൗദി അറേബ്യ രൂപപ്പെടുന്നതിന് മുമ്പ് വളരെ പഴയ രീതിയിൽ, യാഥാസ്ഥികമായ രീതിയിൽ അവിടുത്തെ പ്രകൃതിയും സാഹചര്യവും മരുഭൂമിയും ഒക്കെ ഒത്തിണങ്ങിയ രീതിയിൽ ജീവിച്ചു വളർന്ന ജനവിഭാഗം എണ്ണ
പ്രദർശനം പോകുന്ന വിധത്തിൽ എല്ലാ ആധുനികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി ഒരു പുതിയ രാജ്യമായി രൂപപ്പെട്ടുവന്നിരിക്കുകയും ഒരു 10, 25, 30 വർഷങ്ങൾക്ക് ശേഷമായി മുമ്പായിട്ട് ആ പ്രദേശത്ത് ജനിച്ചു വരുന്ന കുട്ടികളൊക്കെയും ഈ പുതിയ സൗദി അറേബ്യയുടെ മക്കളാണ്. പഴയ സംസ്കാരത്തെ സംബന്ധിച്ചോ അവരുടെ പഴയ കാലഘട്ടത്തെ സംബന്ധിച്ചോ അവർക്കാർക്കും അറിയില്ല. അവരെ സംബന്ധിച്ച് പുതിയ കാലഘട്ടത്തിന്റെ ശൈലിയും രീതിയും ജീവിതശൈലിയും ഒക്കെയാണ് അവർ സ്വീകരിച്ചു വരുന്നത്. പാശ്ചാത്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം, അവിടെ നേടുന്ന വിദ്യാഭ്യാസം, അവിടെയുള്ള ജീവിതശൈലി, ചിന്തകൾ, ഇതൊക്കെ ഏറെക്കുറെ പുതിയ തലമുറയെ സ്വാധീനിച്ചു വരുന്നുണ്ട്. അതിലേറെ ചില തിന്മകളുമൊക്കെ പുതിയ സൗദി അറേബ്യയിൽ കണ്ടു തുടങ്ങുന്നത് അവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാമ്പത്തിക രംഗത്ത് വളരെ പുരോഗതി പ്രാപിച്ച രാജ്യമെന്ന നിലക്ക് ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന, അത് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ടാണ് സൗദി അറേബ്യ അറിയപ്പെടുന്നത്. എന്നൊക്കെ പുറമെ ഒരു മരുഭൂമി കൃഷി ചെയ്ത് സ്വന്തം ആവശ്യത്തിനപ്പുറം ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ച് ആ ഗോതമ്പ് ഇതര രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യാൻ മാത്രം ഒരു കാർഷിക മേഖലയിൽ വികാസം നേടിയെടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തത നേടിയ രാജ്യം സൗദി അറേബ്യ മാറി. ഇതൊക്കെ അതിന്റെ ചില പൊതുവായ ചില കാര്യങ്ങളാണ്. നമുക്ക് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ സൗദി അറേബ്യയെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് എടുത്തു കാണിക്കുന്ന ഒരു സവിശേഷത അതിന്റെ ഇസ്ലാമിക സംസ്കാരവും ശൈലിയുമാണ്. ഔദ്യോഗികമായി ഇസ്ലാം മതമായി അംഗീകരിക്കുകയും 100%, ഏകദേശം 2% ഷിയാക്കൾ അവിടെ അധിവസിക്കുന്നുണ്ട്. ബാക്കി അഹ്ലു സുന്ന വൽ ജമാഅത്ത് എന്നറിയപ്പെടുന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് സൗദി അറേബ്യ. ഇസ്ലാമാണ് ഔദ്യോഗികമായ മതം, അറബിയാണ് ഭാഷ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം. അതിലൊക്കെ ഉപരിയായി ഇസ്ലാമിന്റെ ശുദ്ധമായ തൗഹീദ് വളച്ചുകുത്തില്ലാതെ പ്രബോധനം ചെയ്യുകയും അത്രയും ആളുകൾ, മുവഹിദുകളായ ആളുകൾ ഇത്രയേറെ ഒരു സ്ഥലത്ത് തിങ്ങി താമസിക്കുന്നത് വേറൊന്നും കാണാത്ത വിധം സൗദി അറേബ്യ ഇതിൽ നിന്ന് പ്രത്യേകത നേടുന്നുണ്ട്. മറ്റൊരു സ്ഥലത്തും ഏതൊരു രാജ്യത്തും ഇത്രയധികം മുവഹിദുകളായ ആളുകൾ, തൗഹീദുള്ള ആളുകൾ ഒരേ സ്ഥലത്ത് കാണാൻ നമുക്ക് കഴിയില്ല. ശിർക്കിന്റെ ലാഞ്ചനകൾ, ലക്ഷണങ്ങൾ, ചിഹ്നങ്ങൾ ഒന്നും കാണാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഭൂമിയിലെ ഒരു പ്രദേശമാണ് സൗദി അറേബ്യ. അതിനകത്ത് വിഗ്രഹങ്ങളില്ല, ശില്പങ്ങളില്ല, ചിത്രങ്ങളിൽ ആരാധ്യ വസ്തുക്കളായ ചിത്രങ്ങളും ചിഹ്നങ്ങളോ ഇല്ല. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്ന കേന്ദ്രങ്ങളോ സ്ഥലങ്ങളോ ജാറങ്ങളോ ഒന്നുമില്ലാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ആരാധനയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ ചൂഷണങ്ങൾ നടക്കാത്ത ഒരു പ്രദേശം, ഇത്ര വിശാലമായ ഒരു സ്ഥലം ലോകത്ത് സൗദി അറേബ്യ അല്ലാതെ വേറൊരു രാജ്യവും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ശിർക്കും വിദേഹത്തുകളും അനാചാരങ്ങളും നിറഞ്ഞ ജീവിതവുമായി സൗദി അറേബ്യയിൽ ചെല്ലുന്ന ഒരുപാട് വ്യക്തികളെ നമുക്കൊക്കെ അറിയാം. ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ തന്നെ അവരെ ശിർക്കിൽ നിന്ന് മോചിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ നിന്ന് മതമാണ് എന്ന നിലക്ക് ആചരിച്ചും ആരാധിച്ചും ചെയ്തുമൊക്കെ വന്നിരുന്ന പല കാര്യങ്ങളും അവിടെ ചെല്ലുമ്പോൾ, മക്കയും മദീനയും നിലനിൽക്കുന്ന ആ നാട്ടിൽ ചെല്ലുമ്പോൾ അതൊന്നും കാണാതെ വരികയും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു ജീവിത രീതി ഇസ്ലാം എന്ന നിലക്ക് ആചരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് അവരുടെ വിശ്വാസത്തെപ്പറ്റി ചിന്തിക്കാൻ കാരണമാകുന്നുണ്ട്. അവരറിഞ്ഞ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ അവർക്ക് കാരണമാകുന്നുണ്ട്. ഇവിടെ നാട്ടിൽ ഖബറുകൾ കെട്ടിപ്പൊക്കി ജാറങ്ങൾ ഉണ്ടാക്കി നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളുകൾ നബി കുടുംബത്തിലെ ആളുകൾ എന്ന നിലക്ക്, തങ്ങന്മാരെന്ന നിലക്ക് ചെയ്തു വരുന്ന കാര്യങ്ങൾ
അള്ളാഹുവിന്റെ റസൂൽ തന്നെയുള്ള നാട്ടിൽ ചെല്ലുമ്പോൾ അതൊന്നും കാണാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചിന്തയെ ഇത് തട്ടി ഉണർത്തുന്നുണ്ട്. അതിന്റെ ഫലം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ വന്നാൽ ധാരാളം തങ്ങന്മാർ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നടക്കുന്നിടത്ത് കാലിൽ തട്ടി തടയാനും മാത്രം തങ്ങന്മാർ അഥവാ നബിയുടെ കുടുംബക്കാർ നട്ടം തിരിഞ്ഞ് നടക്കുന്ന കേരളത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ജീവിക്കുകയും മരിക്കുകയും കബറടക്കപ്പെടുകയും ഒക്കെ ചെയ്ത് മക്കയിലും മദീനയിലും ചെന്നാൽ ഒരൊറ്റ തങ്ങളെയും നബി കുടുംബത്തെയും വേറിട്ട് കാണുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് തന്നെയും അവരുടെ ചിന്തയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. പള്ളിയിൽ പോകാൻ സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് 2 ഹറമുകളിൽ ചെല്ലുമ്പോഴും ഹജ്ജിന്റെ സമയത്തും പ്രത്യേകിച്ചും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വരുന്ന സ്ത്രീകളും പള്ളിയിൽ കയറി 2 ഹറമുകളിലും കയറി നമസ്കരിക്കുന്നു എന്ന് കാണുമ്പോൾ അത് അവരുടെ ചിന്തയെ സ്വാധീനിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ശിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദിൽ ഒടിയുറച്ച വിധേയത്തില്ലാത്ത ഒരു സമൂഹം ജീവിക്കുന്ന പ്രദേശം ലോകത്ത് സൗദി അറേബ്യ മാത്രമാണ് ഒരു രാജ്യമൊന്നാകെ അങ്ങനെയുള്ളത്. അവിടുത്തെ പാർലമെന്റും അവിടുത്തെ ഷൂറ കമ്മിറ്റിയുമൊക്കെ അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും ഹംദും സ്വലാത്തുമൊക്കെ ചൊല്ലിക്കൊണ്ട് ബില്ലുകൾ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചർച്ചയൊക്കെ ചെയ്യുന്ന അഭിമാനകരമായ ഒരു ചിത്രമാണ് നമുക്ക് സൗദി അറേബ്യയെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. ഇത് ആധുനിക സൗദി അറേബ്യ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു സംഗതിയാണ്. സൗദി അറേബ്യയുടെ ഈ സൗദി എന്ന പേര് മുഹമ്മദ് ബിൻ സൗദ് അദ്ദേഹം മരിക്കുന്ന 1765 എന്റെ ഓർമ്മ. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി ഉണ്ടാക്കിയ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിൽ വിശ്വാസപരമായ ഒരു വലിയ മാറ്റം ഉണ്ടാകും. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം, 24 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഇതൊക്കെ. അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും റിയാദിനടുത്ത് റയ്യയിലും അതുപോലെ റിയൈനയിലും ഒക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആ പരിസരങ്ങളിലൊക്കെ നദിന്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഷിർക്കിന്റെ ചിഹ്നങ്ങൾ തച്ചുടച്ച്, ഖബറുകൾ തച്ചുടച്ച്, മരം മുറിച്ച്, ആരാധിക്കപ്പെടുന്ന മരം മുറിച്ച് തൗഹീദിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ശരിയായ ഇസ്ലാമിക സംസ്കാരം വളർത്തിയെടുക്കാൻ മുഹമ്മദ് ബിൻ സൗദിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗദി അറേബ്യയിൽ സാധിച്ചു എന്നതാണ് ആധുനിക സൗദി അറേബ്യയുടെ ഏറ്റവും പ്രസക്തമായ ചിത്രം. ലോകത്ത് സൗദി നിന്നും വഹാബിസം നിലനിൽക്കുന്ന രാജ്യമെന്നും അതിന്റെ ആസ്ഥാന കേന്ദ്രമെന്നുമൊക്കെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പല പ്രവിശ്യകളായി പല നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ ഗോത്ര ഭരണം നിലനിന്നിരുന്നത് പിന്നീട് ഏകീകരിക്കുകയും 1932 ഈ സെപ്റ്റംബർ 23 അബ്ദുൽ അസീസ് ബിൻ സൗദ് രാജാവിന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം ഏകീകരിച്ച് സൗദി അറേബ്യയുടെ പുതിയ രൂപം സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് സെപ്റ്റംബർ 23 ഹിജാസും നജിദുമൊക്കെ ചേർത്തുകൊണ്ടുണ്ടാക്കിയ ഈ ഭരണ സംവിധാനമാണ് ഇങ്ങനെ ഇന്നത്തെ ഈ ആഘോഷത്തിന് കാരണമായി വരുന്ന നാഷണൽ ഡേ യൗമുൽ വത്നി ആയിട്ട് മാറിയത് സെപ്റ്റംബർ 23 ഉണ്ടാക്കിയത്. ഈ സൗദി അറേബ്യ അവിടെ ഈ ഇത്തരം ഭാഗങ്ങൾക്ക് പുറമെ നമ്മുടെ രാജ്യവുമായിട്ടും വളരെ അടുത്ത ബന്ധം സൗദി അറേബ്യ വെച്ചു പുലർത്തുന്നുണ്ട്. സൗദി രാജാക്കന്മാർ ഈ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുള്ള രാജാവ് ഇന്ത്യ സന്ദർശിക്കുകയും അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവം ഇവിടുത്തെ പത്രങ്ങൾ വലിയ അക്ഷരങ്ങളിൽ പ്രകാശിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എന്റെ 2ാമത്തെ വീടാണ് എന്ന്. അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം ഇന്ത്യയുമായിട്ടുള്ള പൈതൃക ബന്ധവും പാരമ്പര്യ ബന്ധവും ഇന്ത്യ രാജ്യവും സൗദി ഗവൺമെന്റും മുമ്പ് പോലെ നിലനിർത്തുന്ന ഈ സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചാണ്. 1ാമത്തെ വീട് സൗദി അറേബ്യയാണ്, എന്റെ 2ാമത്തെ വീടാണ് ഇന്ത്യ രാജ്യം എന്നാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, കേരളത്തിൽ നിന്ന് മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് ആ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതിന്റെ കൂടെ കേരളത്തിലെ മത, ധാർമ്മിക, സാംസ്കാരിക
വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലൊക്കെയും ഗണ്യമായ പങ്കുവഹിക്കുന്ന ഗൾഫ് പണത്തിന്റെ ഉറവിടത്തിലൊന്ന് സൗദി അറേബ്യയാണ്. വിശാലമായി നിൽക്കുന്ന സൗദി അറേബ്യയുടെ തൊഴിലാളികളായ മലയാളികളാണ് എന്നത് അറിഞ്ഞുകൊണ്ടാണ് അബ്ദുള്ള രാജാവ് അങ്ങനെ ഒരു കാര്യം ഇവിടെ വന്ന് പറഞ്ഞത്. ഇത് ഈ അബ്ദുള്ള രാജാവ് മാത്രം അല്ല, ഈ അടുത്ത കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ജിദ്ദയിൽ വെച്ച് നിങ്ങൾക്ക് പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഈമോ അഹമ്മദ് സാഹിബും പ്രവാസി മന്ത്രിയായ വയലാർ രവിയും സൗദി അറേബ്യയിലേക്ക് കേരളത്തിൽ നിന്ന് തൊഴിലിന് വേണ്ടി പോകുന്ന തൊഴിലാളികൾക്ക് ബന്ധപ്പെട്ട ഒരു കരാർ, അവരുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും ആവശ്യമായ ഒരു കരാറ് ഒപ്പുവെക്കുകയും അടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം സൗദി തൊഴിൽ വകുപ്പ് മന്ത്രി ഇന്ത്യ സന്ദർശിക്കുമെന്നും സന്ദർശിച്ച് ഇന്ത്യൻ പാർലമെന്റ് തീരുമാനമനുസരിച്ച് ഇവിടുത്തെ വിദേശകാര്യമന്ത്രിയും പ്രവാസികാര്യമന്ത്രിയുമൊക്കെ പ്രവാസികളുടെ വയലാർ രവിയുമൊക്കെ ബന്ധപ്പെട്ട് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങൾ വന്നിരുന്നു. അങ്ങനെ നല്ല ഈടുറ്റൊരു ബന്ധമാണ് സൗദി അറേബ്യയുമായിട്ട് ഇന്ത്യക്ക് നിലനിൽക്കുന്നത്. ഇത് മാത്രമല്ല, ചരിത്രത്തിലും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു 1955 സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട്. പിന്നീട് ഇന്ദിരാഗാന്ധി സൗദി മോഹൻ സിംഗ് 2010 തോന്നുന്നുണ്ട് സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പല മന്ത്രിമാരും അവിടെ പലപ്പോഴും സന്ദർശിക്കുകയും ബന്ധങ്ങൾ നിലനിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടു കൂട്ടരും പരമാവധി ആദരവോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് പെരുമാറുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മുടെ ഈ ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, അബ്ദുള്ള രാജാവ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യ സന്ദർശിച്ച അദ്ദേഹം ഇന്ത്യ എന്റെ 2ാമത്തെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് വലിയ സന്തോഷത്തോടുകൂടി ഈ രാജ്യത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങിപ്പോയി. ഇവിടെ നമ്മൾ മുവഹിദുകളായ തൗഹീദിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ കാണേണ്ട ഒരു പ്രത്യേക ചിത്രം ഞാൻ ഓർമ്മയിൽ വരുന്നത്, ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ഭരണാധികാരികൾ ഇന്ത്യ സന്ദർശിച്ചാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചിത്രം നമ്മൾ എല്ലാ വർഷവും ഏത് സന്ദർശനത്തിലും കാണാറുണ്ട്. അതിലൊന്ന്, രാജ്ഘട്ടിൽ ചെന്ന് ഗാന്ധിജിയുടെ മറമാടപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖരുടെയൊക്കെ കബറിടങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്നു. പിന്നെ നമ്മൾ പാകിസ്ഥാനിൽ അവിടുത്തെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ഒക്കെ ഇന്ത്യ സന്ദർശിക്കാൻ, അത് മുസ്ലിം രാജ്യമായിട്ട് അറിയപ്പെടുന്നതാണോ, വന്നാൽ അജ്മീറിലോ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ദർഗകൾ സന്ദർശിച്ച് അവിടെ പൂമാല അർപ്പിക്കുകയും പൂജ നടത്തുകയും തൊഴുതു വണങ്ങുകയും അവിടേക്ക് സംഭാവനകൾ ഓഫർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് തിരിച്ചു പോവാറുള്ളത്. പക്ഷെ സൗദി അറേബ്യയിൽ നിന്ന് വന്ന രാജാവ് അബ്ദുള്ള രാജാവിനെ ഒരു രാജ്ഘട്ടിലും ഇവിടുത്തെ ഭരണാധികാരികൾ കൊണ്ടുപോയില്ല, ഒരു നേർച്ച സ്ഥലത്തും കൊണ്ടുപോയില്ല. അദ്ദേഹത്തെ പ്രൗഢമായി ഗംഭീരമായി സ്വീകരിക്കുകയും അതുപോലൊരു സ്ഥലം സന്ദർശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാതെ നല്ല നിലക്ക് സ്വീകരിച്ച് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇത് മനസ്സിലാക്കി തരുന്നൊരു കാര്യം, സൗദി അറേബ്യയുടെ ആദർശപരമായ ഐഡന്റിറ്റി ലോകമെന്നും തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. വിഗ്രഹങ്ങൾ, ലോകത്ത് ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഏറ്റവും അധികം രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിഗ്രഹങ്ങളും അതുപോലെ പ്രതിമകളും പ്രതിഷ്ഠകളുമൊക്കെയുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. അവർക്ക് പൂമാല ചാർത്തിയും അവരുടെ മുമ്പിൽ തൊട്ടുവണങ്ങിയും ഒക്കെ ജീവിക്കുന്ന ഒരു രാജ്യത്ത് വന്നിട്ട് എല്ലാ നാട്ടിലും വരുന്നവരെയും ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കുന്ന ഒരു രാജ്യത്ത് സൗദി അറേബ്യയിൽ നിന്ന് വന്ന രാജാവിന് മാത്രമാണ് അങ്ങനെ രാജ്ഘട്ടിൽ കൊണ്ടുപോവാതെ ഗാന്ധിജിയുടെ പ്രതിമയുടെ ഖബറെടുത്ത് പൂമാല കൊണ്ടുപോകാതെ തിരിച്ചയച്ചു എന്നുള്ളത് ഈ സൗദി അറേബ്യയുടെ ആദർശത്തിന്റെ മഹിമയും അവർ പ്രതിനിധാനം ചെയ്യുന്ന തൗഹീദിന്റെ ഔജ്ജല്യവുമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ പറയേണ്ടത് എന്ന്. ഒരു ഉദ്ഘാടന പ്രസംഗത്തിനുള്ള ഒരു സൗകര്യം എത്ര നീട്ടി വേണമെങ്കിലും അത് പറയാം. ഏറ്റവും കുറച്ചു പറഞ്ഞ് 2 വാക്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു എന്ന് പറഞ്ഞാലും ആ കാര്യം ഭംഗിയായിട്ട് നിർവഹിച്ചതായിട്ടാണ് എല്ലാവരും വിലയിരുത്തുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനിങ്ങനെ വല്ലാതെ നീട്ടി പറഞ്ഞ് ഒരുപാട് ആളുകളുടെ പേര്, വളരെ പ്രമുഖരായ ആളുകളുടെ, നമ്മുടെ മനാഫ് മാഷ്
വലിയ വലിയ സംഘടനത്തിൽ ആളും തിരക്കുമ്പോൾ വിഷയാവതരണമായിരിക്കും. അദ്ദേഹം ആ വിഷയത്തെ റെഫർ ചെയ്ത് പഠിച്ച് റെഡിയായി ഇരിക്കുന്നുണ്ടാവും. പിന്നെ വളരെ പ്രഗത്ഭരായ ആളുകൾ സൗദി അറേബ്യയുടെ എല്ലാ ഭാഗത്തുനിന്നും ചർച്ചയിലും അഭിപ്രായങ്ങൾ പങ്കെടുക്കാനും അനുഭവങ്ങൾ പകരാനും ഒക്കെ റെഡിയായിട്ടുണ്ടാവും. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒരു വലിയ ആദരവും അംഗീകാരവുമാണ് എനിക്ക് ലഭിച്ചത് എന്ന നിരക്ക് ഈ അള്ളാഹുവിന്റെ പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ഈ നാഷണൽ ഡേ, സൗദി അറേബ്യയുടെ നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന രണ്ട് ഗേഹങ്ങളിലെ തിരുഗേഹങ്ങളുള്ള അതിന്റെ സേവകരായ ഭരണാധികാരികൾക്ക് ഈ മുസ്ലിം ലോകത്ത് നേതൃത്വം നൽകാനും അവരുടെ ആ രാജ്യം രണ്ട് ഗേഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന, രണ്ട് ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന ആ രാജ്യം സുരക്ഷിതമായി അവർ അമ്ന് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഹജ്ജിനൊക്കെ ആളുകൾ വന്നു തുടങ്ങുന്ന സമയമാണ്. ആരാധനകൾക്ക് അവിടെ എത്തുന്ന ആളുകൾക്ക് സമാധാനപരമായ ആരാധനകൾ നിർവഹിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനും ഒക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഏറ്റവും ഉജ്ജ്വലമായി നിലനിൽക്കുന്ന ആ രാജ്യം അതിന്റെ ആ യശസ്സും പ്രതാപവും അന്തസ്സും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അന്ത്യനാൾ വരെ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായും ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, ഹലോ, അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെ യാദർശികമായി ാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കാൻ കാരണം മറ്റൊരു കാര്യത്തിനു വേണ്ടി നീങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് പങ്കെടുക്കുന്നത്. പിന്നെ ഇതിൽ ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചുള്ള അനുഭവ പരിജ്ഞാനം കുറവായതുകൊണ്ടും ഒരായത്ത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ MSMന്റെ ആശംസ എന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഈ രാജ്യം അള്ളാഹു എല്ലാ നിലക്കും സമാധാനമുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഏറ്റവും പരിശുദ്ധമായ ഒരു കർമ്മം നടക്കുന്നത് ഈ രാജ്യത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് സമാധാനമുണ്ടാകണം. ആ സമാധാനമുണ്ടാകാൻ അള്ളാഹു അതിൻ്റെതായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മളെല്ലാവരും കാണുന്ന ഒരു യാഥാർത്ഥ്യം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഇന്നും, ആ പ്രാർത്ഥനയുടെ ഫലം ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്നതാണ്. അദ്ദേഹം പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അൽതറുഹു ഇലാ അദാബിൻ നാരി വബിസൽ മസീർ. ഓക്കേ, എത്ര കൃത്യമാണ് ഈ ആയത്തിലെ ഈ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഇന്നും അവിടെ ആ നിലക്ക് തന്നെ ഫലിച്ചിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സൗദി അറേബ്യ ഇന്നത്തെ ആ ദിനം ആചരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഏറെ അഭിമാനിക്കാനുള്ള ഒരു സംഗതി ഹജ്ജിന്റെ ഈ വേളയിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു നിർഭയത്വം അവിടെ നിലനിൽക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ, ഈ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാനും, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ആമിനക്ക് വേണ്ടി, ഈ നിർഭയത്വത്തിനു വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ എന്ന് മാത്രമല്ല, എല്ലാ രാജ്യത്തും നിർഭയത്വം ലഭിക്കുന്നതിനു വേണ്ടി കിട്ടണം എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. രാജ്യത്തെയാണ് ഏറ്റവും ബർക്കത്തുള്ള രാജ്യമാക്കി അള്ളാഹു എണ്ണിയതും. ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലില്ലദീ ബിബക്കത മുബാരകൻ വഹുദൻ ലിൽ ആലമീൻ. ലോകത്തിന് ഹുദയായി ബർക്കത്താക്കപ്പെട്ട ആ പരിശുദ്ധമായ ഗേഹമുള്ള
ആ സ്ഥലം എന്നത് ഏറെ പവിത്രമാണ്. ആ പവിത്രത നിലനിൽക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. MSMന്റെ എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയ്ക്ക് ആ രാജ്യത്തെയും നമ്മളെയും എല്ലാവർക്കും നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് MSMന്റെ സംസ്ഥാന സെക്രട്ടറി ജനാബ് ഹാഫിസ് റഹ്മാൻ പുത്തൂർ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സലീം സുല്ലമി, കേരള ജമാഅത്തുൽ ഉലമയുടെ ആദരണീയനായ നേതാവ്, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി അടുത്തത് ആശംസകൾ അർപ്പിക്കാനായി നജ്റാനിൽ നിന്നുള്ള പ്രൊഫസർ CP ഷഫീഖ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കാമോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി. അമ്മാ ബഅദ്. സൗദി അറേബ്യയുടെ ചരിത്രം ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ ഈ വിഷയം സംസാരിക്കാൻ ഞാൻ ആദ്യം വിചാരിച്ചത്, പിന്നെ വിഷയാവതരണമൊക്കെ കേട്ടതിന് ശേഷം വിഷയാവതരണം ഏതൊരു രീതിയിലാണോ പോകുന്നത് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാലും സൗദി അറേബ്യയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ ആഗോളതലത്തിലെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നതിൽ പ്രധാനം മതവും രാഷ്ട്രീയവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ നേരത്തെ സലീം സുല്ലമി സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഈ രാജ്യവുമായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ കേൾവികൾ മാത്രമുള്ള, അല്ലെങ്കിൽ പാശ്ചാത്യ പുസ്തകങ്ങൾ മാത്രം വായിച്ച ആളുകൾക്ക് ഉടനെ മനസ്സിൽ വരുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് എപ്പോഴും വഹാബി ഫണ്ടമെന്റലിസം എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമൊന്നുമില്ലാത്ത, സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്ന, നിയമങ്ങളുടെ കർശനമായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു രാജ്യം എന്നത് മാത്രമാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് ലോക ചരിത്രത്തിലൊക്കെ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിലിപ്പോ സലീം സുല്ലമി പറഞ്ഞ പോലെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. ഇമാം മുഹമ്മദ് ബിൻ സഊദ്, അദ്ദേഹത്തിന്റെ അൽ സൗദ് ഫാമിലി, ഭരണപരമായ രീതിയിൽ അദ്ദേഹം ഒരു തിരിച്ചുവരവിന് വേണ്ടിയൊക്കെ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടു. അങ്ങനെ ഇസ്ലാമിലേക്കുള്ള ഒരു യഥാർത്ഥ ഇസ്ലാമിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പല വിഭാഗങ്ങളായിട്ട് ചിന്നിച്ചിതറിയിരുന്ന മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് അറേബ്യൻ പെനിൻസുലയിൽ, എന്തിനധികം പറയുന്നു, വിശ്വാസ കാര്യങ്ങളുടെ കാര്യത്തില് വിഗ്രഹങ്ങൾ പോലും ആരാധിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയില്
അദ്ദേഹം പ്രബോധനം ചെയ്യുകയും ആ പ്രബോധനത്തിന്റെ ഫലമായിക്കൊണ്ട് തന്നെ ഒരു വലിയ മാറ്റമുണ്ടാക്കുകയും ചെയ്തു. ഇത് ലോക ചരിത്രത്തിൽ പലർക്കും ദഹിക്കാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പിന്നെ സൗദി അറേബ്യയെ പറ്റിയുള്ള പിന്നെ ചർച്ചകളോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് യൂറോപ്യൻ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റ് ഒക്കെ എടുത്ത് നോക്കി എപ്പോഴും കാണുന്ന ഒരു വാക്കാണ് വഹാബി ഫണ്ടമെന്റലിസം, വഹാബി മതമൌലികവാദം. യഥാർത്ഥം നമ്മളൊക്കെ മതമൌലികവാദികൾ തന്നെയാണ്. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക്, വിശുദ്ധ ഖുർആനിലേക്ക്, സുന്നത്തിലേക്കും ജനങ്ങളെ വിളിക്കുക എന്ന് മൌലികമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യമാണിത് പ്രധാനമായിട്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം. പിന്നെ ഈ ഭൂമിശാസ്ത്രപരമായി നിൽക്കുന്ന ഈ അറേബ്യൻ പെനിൻസുല ചരിത്രത്തിൽ രണ്ട് കാര്യങ്ങൾക്കാണ് വളരെ പ്രസിദ്ധമായത് ലോക ചരിത്രത്തിൽ. അത് നമുക്ക് ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 7-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിന്റെ ആവിർഭാവം. അതാണ് ലോക ചരിത്രത്തിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയെ പറ്റി കൂടുതൽ വിശദമായ ചർച്ചകൾ നടന്നത്. മറ്റൊരു വിഷയം ലോക ചരിത്രത്തിൽ അതിന് ഈ പ്രശസ്തി നേടാൻ അല്ലെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ അതിന് ഒരു പിന്നെ ഈ 20-ാം നൂറ്റാണ്ടിൽ അതിന്റെ പ്രസക്തി വർദ്ധിച്ചത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കണ്ടെത്തലായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും സൗദി അറേബ്യയെ പറ്റി സംസാരിക്കുമ്പോൾ പാശ്ചാത്യർ ഉപയോഗിക്കുന്ന രാജ്യം എ കൺട്രി ഓഫ് പെട്രോ ഡോളർ എന്നാണ്. പെട്രോ ഡോളറിന്റെ രാജ്യം എന്ന രീതിയിലാകുന്നു സൗദിയെ വിലയിരുത്തപ്പെടുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് പലപ്പോഴും പിന്നെ ലോകത്തെ പല വിഭാഗം ആളുകളെയും സൗദി അറേബ്യയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ മദീനയിൽ അടിസ്ഥാനമാക്കിയിരുന്ന ഖിലാഫത്തൊക്കെ നാമാവശേഷമായതിനു ശേഷം പിന്നീട് വന്ന കാലഘട്ടത്തിൽ അറേബ്യ അല്ലെങ്കിൽ മക്ക, മദീന പോലുള്ള പ്രദേശങ്ങളൊക്കെ ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇസ്ലാമിന്റെ ഒക്കെ പിന്നെ ചില ഭരണാധികാരികളൊക്കെ അവരുടെ കേന്ദ്രങ്ങളും അവരുടെ താൽപര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റു ചില ഏരിയകളിലേക്ക് അത് നീങ്ങിയെന്നത് ഒരു ചരിത്രത്തിലെ ഒരു പിന്നെ ഒരു നെഗറ്റീവായ ആസ്പെക്ട് നമുക്ക് കാണുന്നതാണ്. എന്തുകൊണ്ടോന്ന് അറിയില്ല, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പിന്നെ എത്രമാത്രം അറേബ്യക്ക് പ്രാധാന്യമുണ്ടായിരുന്നു അത്ര പ്രാധാന്യം പിന്നീട് വന്ന അല്ലെങ്കിൽ അബ്ബാസികളുടെ അമവികളുടെ ഒന്നും കാലഘട്ടത്തിൽ നമ്മുടെ ഈ പിന്നെ സൗദി അറേബ്യ ഇന്ന് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതെന്താണെന്ന് അറിയില്ല. അത് പിന്നെ ഇബ്നു ഖൽദൂൻ തന്നെ മുഖദ്ദിമയിൽ പറയുന്നുണ്ടല്ലോ, പിന്നെ ഏറ്റവും അധികം ഇസ്ലാമിന് സേവനം ചെയ്ത ചില പണ്ഡിതന്മാരും ആളുകളൊന്നും അറബികളല്ലാത്തവരായിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. അപ്പൊ അത് പിന്നെ ഈ കുറെ കാലങ്ങളോളം തന്നെ ഈ ഏരിയ അവഗണിക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് പിന്നീട് ചരിത്രത്തിൽ മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പെട്ടെന്ന് തന്നെ ഈ പെട്രോളിയം പിന്നെ ഉൽപ്പന്നങ്ങളുടെയൊക്കെ പിന്നെ കണ്ടെത്തലൊക്കെ ഉള്ളതിന് ശേഷം സൗദി അറേബ്യ പെട്ടെന്ന് ലോക പിന്നെ ഭൂഖണ്ഡത്തിൽ ഒരു പ്രധാന ആകർഷക കേന്ദ്രമായിട്ട് വളർന്നു വന്നു. അപ്പൊ അതിൽ നമുക്ക് ചില പിന്നെ ഒരു അത്ഭുതം അല്ലെങ്കിൽ ചില റിസർവേഷൻസ് ഉണ്ട്. ഇപ്പൊ ലോകത്ത് പല രാജ്യങ്ങളും പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. യൂറോപ്യന്മാരുണ്ട്, അമേരിക്കക്കാരുണ്ട്. അപ്പൊ യൂറോപ്യന്മാരൊക്കെ പുരോഗതി പ്രാപിച്ചത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അല്ലെങ്കിൽ പര്യവേഷണങ്ങളുടെ ഗവേഷണങ്ങളുടെ ഒരുപാട് കഠിനാധ്വാനത്തിലൂടെയാണ് അവരൊക്കെ പുരോഗതിയിലേക്ക് എത്തിയത്. അത് അമേരിക്കക്കാരാണെങ്കിലും അങ്ങനെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരുപാട് ഗവേഷണ നിരീക്ഷണ പഠനങ്ങളുടെ ഫലമായിട്ടാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു രാജ്യം പെട്ടെന്ന് സാമ്പത്തികമായ ഉന്നതിയിലേക്ക് വളർന്നു എന്നത് ഒരു അത്ഭുതമായി തന്നെ നിലനിൽക്കുന്നു. അത് ഒരുപക്ഷെ നല്ലതാണോ ചീത്തയാണോ ഞാനിപ്പോ പറയുന്നില്ല. അതിന് ചില പിന്നെ ദോഷവശങ്ങളുണ്ട്. അത് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കഠിനാധ്വാനത്തിലൂടെ അല്ലാതെ നേടിയിരിക്കുന്ന ചില പല സ്വത്തുക്കളും പലപ്പോഴും പലർക്കും അത് പിന്നെ ഒരു പ്രശ്നമായി തന്നെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്നാൽ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ പുതിയ പിന്നെ അൽ സൗദ് ഫാമിലി അത് ആദ്യം അവര് ഇമാമുമാരായിട്ട് വന്നു, പിന്നെ അമീറുമാരായിട്ട് വന്നു. ഇപ്പോഴത്തെ ഈ 1932 പിന്നെ രൂപം കൊണ്ട ഈ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന ഈ ഒരു രാജ്യം നിലവിൽ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ടുള്ള പിന്നെ ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് ഈ രാജ്യം പിന്നീട് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് നമുക്ക് പറയാം പിന്നെ ലോകത്തെ മുസ്ലിങ്ങളുടെ മുഴുവൻ പിന്നെ നേതൃത്വം നൽകുന്ന രാജ്യം തന്നെയായിട്ട് സൗദി അറേബ്യ വളർന്നിരിക്കുന്നു. ഒരുപാട് സംഘടനകൾ ഇസ്ലാമിനെയും അതിന്റെ മുസ്ലിം രാജ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഇതിന്റെയൊക്കെ നേതൃത്വം സൗദി അറേബ്യ തന്നെ. ഉദാഹരണത്തിന് ഇപ്പോൾ മുസ്ലിം വേൾഡ് ലീഗ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, GCC,
അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഇസ്ലാമിക പിന്നെ ലോക മുസ്ലിങ്ങളെ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക സംഘടനകളും അതിന്റെ പിന്നെ വ്യവസ്ഥാപിതമായ പല കാര്യങ്ങളും ഇന്നും എന്താണ് സൗദി അറേബ്യ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. അതൊരു പിന്നെ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മയായി നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള പിന്നെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ സർവീസ്, അല്ലെങ്കിൽ പിന്നെ പള്ളി നിർമ്മാണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് മുസ്ലിം ലോകത്തിന് എപ്പോഴും പിന്നെ ഒരു പിന്നെ നന്മയുടെ പ്രതീകമായിക്കൊണ്ട് തന്നെയാണ് ഇന്നും സൗദി അറേബ്യ നിലകൊള്ളുന്നത്. എന്നാലും എങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ഈ രാജ്യം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട രാജ്യമാണ്. വളരെ എളുപ്പമായിരുന്നില്ല. നമുക്കറിയാം ഈ രാജ്യത്തിന്റെ ഈ പിന്നെ പുതിയ ഭരണകൂടം വന്നതിന് ശേഷം തന്നെ ഒരുപാട് വെല്ലുവിളികളെയും അട്ടിമറി ശ്രമങ്ങളെയൊക്കെ ഈ രാജ്യം പിന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രം വായിക്കുന്ന ആളുകൾക്ക് 1979 പിന്നെ കഅബയിലെ സംഭവങ്ങളും, അതേപോലെ 90കളിലെ ഗൾഫ് യുദ്ധം, അതേപോലെ അതിന്റെ ശേഷം വന്ന പിന്നെ ഈ തീവ്രവാദ പിന്നെ വിഘടനവാദ പിന്നെ പ്രവണതകള്, അങ്ങനെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ ഈ രാജ്യം നേരിട്ടിട്ടുണ്ട്, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രാജ്യം ഇന്ന് നേരിടാൻ പോകുന്ന ഒരുപാട് മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യത്ത് പിന്നെ പാശ്ചാത്യ പിന്നെ ചിന്തകളും മറ്റുമൊക്കെ കടന്നു വന്നതിന്റെ ഫലമായിട്ട് എപ്പോഴും പുരോഗമനവാദികളും യാഥാസ്ഥികരും തമ്മിലുള്ള ഒരു ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് അത് അക്ഷരാർത്ഥത്തിലൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസിഷണൽ ഏജിലൂടെ ആണ് ഒരുപക്ഷെ സൗദി അറേബ്യ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്രയും കാര്യങ്ങളെ മാത്രം പിന്നെ ഒരു സൂചന മാത്രം നൽകിക്കൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കൂടുതൽ ചർച്ചയിലൂടെ കാര്യങ്ങൾ ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആശംസകൾ അർപ്പിച്ച ബഹുമാനനായ പ്രൊഫസർ സി പി ഷഫീഖ് സാഹിബിന് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി സൗദി അറേബ്യയുടെ ചരിത്രവും പാരമ്പര്യവും എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ എം ടി മനാഫ് മാഷ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ സൗദി നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട് വളരെ ബോധപൂർവം തന്നെയാണ് ഇങ്ങനെയൊരു ചർച്ച, അതൊരു അനിവാര്യമായ ചർച്ചയായിട്ട് തന്നെയാണ് ഇസ്ലാഹി ക്ലാസ് റൂം കാണുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ മലയാളികളുടെ പ്രാതിനിധ്യം എടുത്തു നോക്കിയാൽ ഈ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും അതിന്റെ പ്രവർത്തനങ്ങളുമൊന്നും കണ്ടില്ലെന്ന് നടിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ ഒരുപാട് ആളുകൾ താഴെയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വിഷയത്തിൽ നേർക്കുനേരെ ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് വിഷയാവതരണത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടലും അതേപോലെ തന്നെ സീന ഉപദ്വീപും, കിഴക്ക് ഭാഗത്ത് അറേബ്യൻ ഉൾക്കടലും, ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ തെക്കേ അതിർത്തിയും, തെക്കുഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീണ്ടു പരന്നു കിടക്കുന്ന അറബിക്കടൽ, വടക്കുഭാഗത്ത് സിറിയ, ഇറാഖിന്റെ ഭാഗങ്ങൾ, ഇങ്ങനെ ലോകം ശ്രദ്ധിക്കുന്ന അതിർത്തികൾ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 ലക്ഷത്തിനും 13 ലക്ഷത്തിനും ഇടയിലും ചതുരശ്ര മൈൽ ദൂരത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പ്
സൗദി അറേബ്യൻ ഉപദ്വീപിലുണ്ടായിരുന്ന ഭരണാധികാരികൾ രണ്ട് വിഭാഗമായിരുന്നു. നമ്മൾ ഒരു നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട ചർച്ചയാകുമ്പോൾ അതിന്റെ ഭരണപരമായ മുന്നേറ്റവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഇവിടെ ചർച്ചയിൽ വരണം, അത് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കിരീടധാരികളായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ സ്വതന്ത്രരായിരുന്നില്ല. മറ്റൊന്ന്, ഗോത്ര നേതാക്കന്മാർ, ഈ ഗണത്തിൽപ്പെട്ട ആളുകൾ രാജാക്കന്മാരുടെ പൂർണ്ണ അധികാരമുള്ളവരും അതേപോലെ തന്നെ പൂർണ്ണ സ്വതന്ത്രന്മാരുമായിരുന്നു. ഇവരിൽ ചിലർക്ക് കിരീടധാരികളായ രാജാക്കന്മാരുടെ പിന്തുടർച്ചയും ലഭിച്ചിരുന്നു. അപ്പോൾ യമൻ, ഗസാൻ, ഹീറ തുടങ്ങിയ രാജാക്കന്മാരൊക്കെ കിരീടധാരികളും ഇവരല്ലാത്ത നേതാക്കന്മാര് കിരീടമല്ലാത്തവരുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മതപരമായി ഇതിന്റെ ഒരു പുരാതന പശ്ചാത്തലം പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ ആഗമന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മതത്തിലാകുന്നു ഞങ്ങൾ എന്ന് വാദിച്ചിരുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാ മേഖലയിലും അധാർമികമായ ജീവിതം നയിച്ചിരുന്ന, കാലമേറെ കഴിഞ്ഞു പോയപ്പോൾ വിഗ്രഹപൂജയിൽ അധപ്പതിച്ച് മൂക്കുകുത്തി വീണിരുന്ന, എല്ലാ അന്ധവിശ്വാസങ്ങളും സാമൂഹികമായ ദുരാചാരങ്ങളും വേരുപായിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. അതിൽ ജൂതമത വിശ്വാസികളുണ്ടായിരുന്നു. അവര് പ്രകടനപരതയിലും അഹന്തയിലും പ്രത്യക്ഷമായ കാട്ടിക്കൂട്ടലുകളും മാത്രമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നേതാക്കന്മാർക്ക് ദൈവത്തിന്റെ സ്ഥാനം കൽപ്പിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ജൂതമതത്തിലുണ്ടായിരുന്ന ആളുകൾ. പിന്നീടുണ്ടായിരുന്ന ക്രൈസ്തവ മതവിശ്വാസികളാണ്. അവർ പൂർണ്ണമായും വിഗ്രഹപൂജയിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയാണ് നയിച്ചിരുന്നത്. ഇങ്ങനെ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിന്റെ തുടർച്ചക്കാരെയാണ് പ്രവാചകൻ വരുന്ന കാലത്ത് ഈ നാട്ടിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് ഇസ്ലാം അതിനെയെല്ലാം ശുദ്ധീകരിക്കുകയും ജയിച്ചടക്കുകയും ഏകദൈവ വിശ്വാസത്തിന്റെ വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ആധുനിക സൗദി അറേബ്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു ബദവിയൻ ജീവിതശൈലിയിൽ മുന്നോട്ടു പോയിരുന്ന തികച്ചും ഗ്രാമീണമായ ഒരു ശൈലി, അപരിഷ്കൃതവും വിദ്യാഭ്യാസം തൊട്ടുതീണ്ടിയിട്ടില്ലാത്തതുമായ സമൂഹങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്നത്തെ ആധുനിക സൗദി അറേബ്യയുടെ രാഷ്ട്രശില്പിയായ അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ അൽ സൗദ് രാജാവ് 932 ഇപ്പൊ 83ാമത്തെ നാഷണൽ ഡേ ആണ് സൗദി അറേബ്യ ആചരിക്കുന്നതെന്ന്. ഈ 932 അറേബ്യൻ ഉപദ്വീപിലെ ഭൂരിഭാഗവും വരുന്ന പ്രദേശങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. എന്നിട്ടാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന പേരിൽ ഒരു യൂണിഫിക്കേഷൻ, സൗദി അറേബ്യയുടെ ഏകീകരണം സാധ്യമാക്കുന്നത്. ഏതാണ്ട് 902 മുതൽ 932 വരെ ഐതിഹാസികമായ ഒരുപാട് ഏറ്റുമുട്ടലുകൾക്കൊടുവിലാണ് ഈ ഏകീകരണം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. 932 സെപ്റ്റംബർ 23 കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന പേരിൽ അബ്ദുൽ അസീസ് രാജാവ് അതിന്റെ ഡിക്ലറേഷൻ പുറപ്പെടുവിക്കുകയായിരുന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ 23 സൗദി നാഷണൽ ഡേ ആയി മാറുന്നത്. ഇതില് 953 അബ്ദുൽ അസീസ് രാജാവിന്റെ വേർപാടിന് ശേഷം മക്കളായ സഈദ് ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം ഭരിച്ചത് 953-64 കാലഘട്ടങ്ങളിലാണ്. പിന്നീട് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് 964-975 കാലഘട്ടങ്ങളിൽ, ഏതാണ്ട് 11 വർഷം. പിന്നീട് ഖാലിദ് ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം ഫൈസൽ രാജാവ് 975 മരണപ്പെട്ടു. 975 മുതൽ 82 വരെ. പിന്നീട് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് 982-2005. 2005 മുതൽ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് രാജാവ്, ലോകത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സൗദി അറേബ്യയുടെ ഒരു ഭരണാധികാരി കൂടിയാണ്.
അബ്ദുള്ള രാജാവ് എന്ന് പറഞ്ഞത്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഇക്കാലം വരെ ദർശിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളും പുരോഗതികളും അതിനുവേണ്ട ആധുനികമായ നടപടികളും സ്വീകരിച്ച വളരെ പ്രാഗൽഭ്യമുള്ള ഈ ഭരണകാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയ ഒരു മഹാനായ ഭരണാധികാരിയാണ് അബ്ദുള്ള രാജാവ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ഭരണ പാടവവും അതേപോലെ തന്നെ അന്താരാഷ്ട്ര ബന്ധവും നയചാരുതയുമൊക്കെ ലോകാടിസ്ഥാനത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വനിതാ സർവകലാശാലകൾ സ്ഥാപിച്ചുകൊണ്ട് അതേപോലെ തന്നെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് വോട്ടവകാശം നൽകിയത്, വനിതാ മന്ത്രിമാരെ നിയമിച്ചത്, ഒളിമ്പിക്സിൽ വരെ പങ്കെടുക്കാൻ വനിതാ താരങ്ങൾക്ക് അനുമതി നൽകിയത്, ഷൂറാ കൌൺസിലിൽ ഏതാണ്ട് 30 വനിതകൾക്ക് അംഗത്വം നൽകിയത്, ഇതൊക്കെ സൗദി അറേബ്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വിപ്ലവാത്മകമായ പരീക്ഷണങ്ങളും പുരോഗതികളുമാണ്. കാരണം ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സൗദി അറേബ്യയുടെ ഭൂമികയിൽ ഇപ്പറഞ്ഞ ഇപ്പോൾ ഞാൻ തുടക്കമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അതേപോലെ തന്നെയാണ് മക്കയുടെയും മദീനയുടെയും വികസനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. ഈ തുറമുഖ വരുമാനത്തിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള വളർച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത്തവണ 80 കോടി റിയാലിന്റെ അധിക വരുമാനം രാജ്യം നേടിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2008 50 ലക്ഷം കണ്ടെയ്നറുകളാണ് തുറമുഖങ്ങളിലെ ശേഷിയെങ്കിൽ 2012 അത് 1.2 crore ആയി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 2545 വ്യാവസായിക പദ്ധതികൾക്കായി 107 ലക്ഷം കോടി റിയാൽ സൗദി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഫണ്ട് SIDF എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ വ്യാവസായിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. സൗദി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഫണ്ട് വ്യാവസായിക മുന്നേറ്റത്തിന് വേണ്ടി ഗവൺമെന്റ് പ്രത്യേകമായി പിന്നെ ഈ വ്യാവസായികൾക്കും വ്യാവസായിക സംരംഭകർക്കും നൽകുന്ന എയ്ഡാണത്. അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് നിർലോഭം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വ്യാവസായിക വികസനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പുരോഗതിയാണ്. വ്യവസായം ഒരു രാജ്യത്തിന്റെ പ്രൈമറി സെക്ടറായി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രാജ്യം ഡെവലപ്ഡ് കൺട്രി ആയി എന്നാണ് എക്കണോമിക്സിലെ സിദ്ധാന്തം. അഗ്രികൾച്ചർ പ്രൈമറി സെക്ടറായി വന്നാൽ ഡെവലപ്ഡ് ആവില്ല. നമ്മുടെ രാജ്യമൊക്കെ ഡെവലപ്പിംഗ് കൺട്രിയാണ് സാധാരണ പറയാറുള്ളത്. ഇവിടെ വികസിത രാജ്യമായി മാറിയ ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇതില് ഇപ്പൊ ബഹ്റൈനിൽ എണ്ണശേഖരം കണ്ടെത്തിയത് മുതൽ തൊട്ടടുത്ത രാജ്യമാണല്ലോ ബഹ്റൈൻ. 1933 അമേരിക്കയിൽ നിന്നെത്തിയ ജിയോളജി ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഇതിൽ ഈ എണ്ണ പര്യവേഷണത്തിന് തുടക്കം കുറിക്കുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ച് അതിന്റെ കുതിച്ചുചാട്ടത്തിലെ ഏറ്റവും വലിയ ഊർജമെന്ന് പറയുന്നത് ഈ എണ്ണ കണ്ടെത്തി എന്നുള്ളതായിരുന്നു. 1933 അതിന്റെ ഗവേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദമാമിന് തെക്ക് ഏതാണ്ട് 100 കിലോമീറ്റർ തെക്കുഭാഗത്തുള്ള ജുബൈൽ പ്രദേശത്തുള്ള കടലിനോട് ചേർന്നുള്ള പര്യവേഷണമാണ് ആദ്യം ആരംഭിച്ചതെന്നാണ്. അന്ന് പിന്നെ അവിടെ പോയത് കാറിലും അതേപോലെ തന്നെ അന്ന് ലഭ്യമായ കാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള കാറൊന്നുമല്ല, വളരെ പഴയ മോഡൽ. അങ്ങനെ അതേപോലെ ഒട്ടകപ്പുറത്തൊക്കെയാണ് അന്ന് ആ പിന്നെ എക്സ്കവേഷന് വന്ന സയന്റിസ്റ്റുകൾ പോകുന്നത്. അവിടെ ജുബൈലിൽ ജബൽ അൽബരി എന്ന പ്രദേശത്താണ് മാസങ്ങളോളം പര്യവേഷണം നടത്തി. അങ്ങനെ അവസാനം അത് നിരാശാജനകമായിട്ടാണ് അവസാനിക്കുന്നത്. പിന്നീട് 2 വർഷത്തിന് ശേഷം 1935 ഏപ്രിൽ 30 ദഹ്റാന് സമീപം ബിർ ദമാം റക്കം നമ്പർ 1 ദമാമിലെ 1-ാം നമ്പർ എണ്ണക്കിണറാണത്. അത് കണ്ടെത്തുകയും അത് കുഴിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അവിടെയാണ് പിന്നെ 7 മാസത്തിന് ശേഷം വൻ ഉറവ കണ്ടെത്തുന്നത്. 700 മീറ്റർ ആഴം പിന്നിട്ടപ്പോൾ ഈ ഒരു സ്വപ്ന പദ്ധതി പോലെ അത് വൻ വിജയം നേടുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ദമാമിലെ നമ്പർ 2 എണ്ണ കിണർ 1936 മെയ് 11 രണ്ടാമത്തെ കിണറിന്റെ ഖനനം ആരംഭിച്ചു. അതേപോലെ തന്നെ 3, 4, 5, 6 എന്നിങ്ങനെ എണ്ണക്കിണറുകൾ കുഴിക്കണം.
ഇതില് 1-ാം നമ്പർ എണ്ണക്കിണറിൽ നിന്ന് അതിന്റെ ആഴം 975 മീറ്റർ ഉയർത്തുകയും 2-ാം നമ്പർ കിണറിൽ നിന്ന് കൂടുതൽ വെള്ളം കലർന്ന എണ്ണ ലഭിച്ചിരുന്നുവെങ്കിലും 3-ാം നമ്പർ കിണറിൽ നിന്ന് ദിവസവും 100 ബാരൽ എണ്ണ ലഭിച്ചു ആ കാലത്ത്. ഇങ്ങനെ എണ്ണ ഖനനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുള്ള രാജാവിന്റെ വരവോടുകൂടി ഈ സാമ്പത്തിക ശേഷിയും ആദർശത്തിന്റെ കരുത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് പിന്നീട് നാം കാണുന്നത്. ആഗോളതലത്തിൽ അഭ്യസ്തവിദ്യരായ ജനത ഒരുപാട് തൊഴിൽ ഇല്ലായ്മ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ മുൻകടക്കുന്നതിനു വേണ്ടി വളരെ കാര്യക്ഷമമായ എണ്ണമറ്റ പദ്ധതികളാണ് അബ്ദുള്ള രാജാവ് ഭരണമേറ്റെടുത്ത ശേഷം സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്നത്. 2010 ബജറ്റില് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി 25% അവർ വകയിരുത്തിയിരിക്കുന്നത്. 25%. സൗദി അറേബ്യയിൽ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം 40ഓളമായി ഉയർന്നിരിക്കുന്നു എന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രം എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നതിന് തെളിവാണ്. അതേപോലെ തന്നെയാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ എണ്ണത്തിലുള്ള വർധനവ്. 2005 വിദേശ സർവകലാശാലകളിൽ ഉന്നത പഠനം നടത്തുന്ന സ്വദേശി യുവതീ യുവാക്കൾ അവർക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായി. വിദേശത്ത് ഏതാണ്ട് 25ലധികം രാജ്യങ്ങളിലായി 1 ലക്ഷത്തോളം സൗദി പൌരന്മാരാണ് വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ മാത്രം 22,000ഓളം സൗദി വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത് ഈ മേഖലയിൽ നൽകുന്ന സ്കോളർഷിപ്പിന്റെയും പ്രോത്സാഹനത്തിന്റെയും കണക്ക് വിളിച്ചറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനം, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, കടം എഴുത്തള്ളൽ തുടങ്ങിയ മേഖലകളിൽ $37 ബില്യൺ പദ്ധതികളാണ് കഴിഞ്ഞ വർഷം ആവിഷ്കരിച്ചിട്ടുള്ളത്. 2015 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ചെയ്യാനുള്ള അവകാശം പ്രഖ്യാപിച്ച കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ 2012 ഒളിമ്പിക്സിൽ ആദ്യമായി സൗദിയിലെ വനിതാ താരങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ഇതൊക്കെ ലോകത്തുള്ള ചലനങ്ങളിൽ വിദ്യാഭ്യാസപരവും സാമൂഹികവും സാംസ്കാരികവുമായ ചലനങ്ങളിൽ സൗദി അറേബ്യയുടെ പങ്ക് വിളിച്ചറിയിക്കുന്ന കാര്യങ്ങൾ. ഇനി ആരോഗ്യരംഗത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ സുദൃഢമായ കാൽവെപ്പുകളാണ് രാജ്യം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അതിൽ 2005 കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റി പോളണ്ട് സയാമീസ് ഇരട്ടകൾ ഏർപ്പെടുത്തുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തതിന്റെ പേരിൽ പോളണ്ട് ഹോണററി പൌരത്വം നൽകി അബ്ദുള്ള രാജാവിനെ ആദരിക്കുകയുണ്ടായി. അത് ഹോണററി സിറ്റിസൺഷിപ്പാണ് അന്ന് നൽകിയത്. അതേപോലെ തന്നെ ഹരിക്കെയിൻസ്, കത്രീന കൊടുങ്കാറ്റുകളിൽ തകർന്ന ന്യൂ ഓർലൻസിലെ വിദ്യാലയം പുനർനിർമ്മിക്കുന്നതിന് $3 ലക്ഷം യുഎന്നിന്റെ ലോക ഭക്ഷ്യ പദ്ധതിയിലേക്ക് $500 മില്യൺ 2008 ചൈനയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ $50 മില്യൺ. ഇങ്ങനെ വ്യാപകമായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതിർവരമ്പുകളില്ലാതെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 3300 പേർക്ക് ഭവന നിർമ്മാണ വായ്പ നൽകിയ $156 മില്യൺ 2011 രാജ്യം എഴുത്തള്ളിയത്. ഇങ്ങനെ ഏത് മേഖല എടുത്തു പരിശോധിച്ചാലും നമുക്ക് അവരുടെ സംഭാവനകൾ കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ കാൽവെപ്പുകൾ തന്നെ സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾ എന്നുള്ള നിലയിൽ ഇവരുമായുള്ള ബന്ധം വിദേശികളുടെ സാന്നിധ്യത്തിൽ ഇന്ത്യക്കാരുടെ സേവനം ഈ രാജ്യത്ത് എടുത്തു പറയേണ്ട ഒന്നാണ്. വളരെ ഉയർന്ന തസ്തികകൾ മുതൽ ചെറിയ വേതനങ്ങളിൽ വരെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ട്. അതില് വിദേശികളുടെ ഗൾഫ് കുടിയേറ്റം എന്നാണോ ആരംഭിച്ചത്
അസ്സലാമു അലൈക്കും. നമ്മുടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജനാബ് MT മനാഫ് മാസ്റ്റർ DCI എന്ന് സംശയിക്കുന്നു. അദ്ദേഹം ഉടനെ മൈക്കെടുത്ത് കാര്യങ്ങൾ പൂർത്തിയാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ് റൂമിൽ ജനാബ് ജമാൽ മുഹമ്മദ് സാഹിബ്, ജനാബ് അക്ബർ അലി സാഹിബ് തുടങ്ങിയിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് PM ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പരിപാടി വളരെ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. ഇബ്രാഹിം സാഹിബിനെ വീണ്ടും മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ട് സഹോദരന്മാരെ? കേൾക്കാമോ? അപ്പോ ഓക്കെ. ഞാൻ പറഞ്ഞത് എവിടെ മുതലാണ് കട്ടായെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞത് കേരളീയരുടെ സാന്നിധ്യമാണ്. അതില് പിന്നെ ജിദ്ദയിലെ ഷർഫിയ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി നോക്കിയാൽ നമുക്കൊരു കേരളീയരുടെ മുഖച്ഛായ തന്നെ അവിടെ കാണാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ച് ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ സാംസ്കാരികവും വ്യാപാരപരവുമായ ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അറേബ്യൻ വ്യാപാര സംഘത്തിന് ആതിഥ്യമേകുന്നതിൽ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ പോലും അന്ന് മത്സരിച്ചിരുന്നുവെന്നാണ്. ഇതിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ 7ാമത്തെ വ്യാപാര പങ്കാളിയും 5ാമത്തെ നിക്ഷേപക രാജ്യവുമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെട്ടു വരികയാണ്. ഔദ്യോഗികമായ സന്ദർശനങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സൗദി രാജാവിന്റെ 955 ഇന്ത്യ സന്ദർശനം, അത് ഈ ബൈലാറ്ററൽ റിലേഷനിൽ ഏറ്റവും വലിയ ഉഭയകക്ഷി സൗഹൃദത്തിൽ ഏറ്റവും വലിയ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. 956 തൊട്ടടുത്ത വർഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സൗദിയിൽ സൗഹൃദ സന്ദർശനം നടത്തിയിരുന്നു. 982 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സൗദി സന്ദർശനം ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ബലമേകിയിട്ടുണ്ട്. പിന്നീട് ഏതാണ്ട് ഒരു 24 വർഷത്തോളം ഇരു രാഷ്ട്രങ്ങളുടെയും ഭരണാധികാരികൾക്കിടയിൽ സൗഹൃദ സന്ദർശനങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങൾ, ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്. പിന്നീടാണ് 2006 ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളുടെ ഭാഗമായി ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ കിങ് അബ്ദുള്ള രാജാവ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത്. ജനുവരി 24 മുതൽ 27 വരെ അദ്ദേഹം ഇന്ത്യയിൽ ഒരു ഹിസ്റ്റോറിക്കൽ വിസിറ്റ് തന്നെ നടത്തുകയും അന്ന് അന്നത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, അതേപോലെ തന്നെ ഇപ്പോഴത്തെ തന്നെ അന്നും പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ശക്തമായ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തൊക്കെ പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി നിറഞ്ഞുന്ന വാർത്തയാണ്. ഇതില് 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. അതിലെ മക്കയുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇരു ഹറമുകളുടെയും സേവകൻ ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ എന്ന പേരിലാണ് സാധാരണ സൗദി ഭരണാധികാരികൾ അറിയപ്പെടാറുള്ളത്. ഇതില് ഏറ്റവും ഭംഗിയായി അവിടുത്തെ കാര്യങ്ങൾ ലോകത്തുള്ള മുസ്ലിങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ അവിടെ യാതൊരു നടക്കുന്ന വികസനങ്ങളുടെ ബാഹുല്യമെടുത്ത് പരിശോധിച്ചാൽ ഇത്രയും ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമായിട്ടും പരാതികളില്ലാതെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോ ജംറയുടെ വികസനമായിരുന്നാലും മസ്അയുടെ വികസനമായിരുന്നാലും മഷായിർ മെട്രോ, സംസം വാട്ടറിംഗ് പ്ലാന്റ്, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ. അതേപോലെ തന്നെ ഹറമൈൻ ട്രെയിൻ പ്രോജക്ട്, ജിദ്ദ എയർപോർട്ട് വികസനം പ്രോജക്ട്, മക്ക മെട്രോ തുടങ്ങിയ തീർത്ഥാടകരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രോജക്ടുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഓർമ്മകളെ നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല ആവേശോജ്വലമായ ഒരു പ്രവർത്തനമാണ്
സൗദി അറേബ്യയിൽ ഉള്ള നമ്മുടെ പിന്നെ മദീന കിങ് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്, അവിടെ ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധ ഖുർആൻ അച്ചടി കേന്ദ്രമാണത്. വിവിധ വലുപ്പത്തിലുള്ള ഖുർആനുകൾ, ദശലക്ഷക്കണക്കിന് കോപ്പി ഖുർആൻ വിവിധ ഭാഷകളിൽ പരിഭാഷയോടുകൂടി, വിവിധ ഭാഷകൾ, മലയാളത്തിൽ നമുക്കറിയാം, മലയാളത്തിന് പരിഭാഷയോടുകൂടി അവിടെ നിന്ന് ഖുർആൻ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിൽ ലിപിയിലുള്ള ഖുർആൻ വരെ എന്ന് പറഞ്ഞാൽ അന്ധർക്ക് വേണ്ടിയുള്ള ഖുർആൻ വരെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഖുർആന്റെ സീഡികൾ 982 തറക്കല്ലിട്ട് 984 ഈ ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിന്റെ പണി പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ പ്രവാചക നഗരിയിൽ സ്ഥാപിച്ച ഈ ഖുർആൻ സമുച്ചയത്തിൽ നിന്ന് ഇതിനകം ഏതാണ്ട് 26.5 കോടിയിലേറെ വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. 26.5 crores ഖുർആൻ കോപ്പീസ്, ഇതാണ് കണക്ക്. അതേപോലെ തന്നെ നമ്മൾ ഈ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അറേബ്യൻ മേഖലയിൽ, പൊതുവെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പല രാജ്യങ്ങളിലും വർഷങ്ങളായി അശാന്തിയുടെയും അസമാധാനത്തിന്റെയും പിന്നെ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈജിപ്തായിരുന്നാലും ശരി, അതേപോലെ തന്നെ സിറിയയിലായിരുന്നാലും ശരി, യമനിലായിരുന്നാലൊക്കെ നമുക്കറിയാം സമ്പന്നമായ ഒരു ചരിത്ര പൈതൃകവും സംസ്കാരവും ഒക്കെ ഉണ്ടായിരുന്ന സിറിയൻ മണ്ണ് ഇന്നൊരു പ്രേതഭൂമിയായി മാറിയിട്ടുണ്ട്. പക്ഷെ സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇവിടുത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണവും അതേപോലെ തന്നെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നോക്കൂ. നിങ്ങളിപ്പോ ഇവിടെ സൗദി അറേബ്യയിൽ പെട്രോൾ കൊടുക്കുന്ന കാര്യം എന്ന് പറയാം, ഏറ്റവും ചുരുങ്ങിയ പൈസക്കാണ്. വെള്ളം ഒരു റിയാലിന് കിട്ടുന്നതിന്റെ ഇരട്ടിയാണ് ഒരു റിയാലിന് പെട്രോൾ കിട്ടുക. ഇവിടെ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന, മരുഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ബധുവായിട്ടുള്ള ഒരു അപരിഷ്കൃത അറബിക്ക് പോലും ഒരു വാഹനം ഉണ്ടാകും. അതുകൊണ്ട് പെട്രോൾ എന്ന് പറയുന്നത് വെള്ളത്തേക്കാൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ വെള്ളത്തെപ്പോലെ, അല്ലെങ്കിൽ വെള്ളത്തേക്കാൾ അവർക്ക് ഉപയോഗമുള്ളൊരു സാധനം. അങ്ങനെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനം എന്ന നിലയിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ 40 ഹലാലക്ക് 45 ഹലാലക്കൊക്കെ ഒരു റിയാല് കൊടുത്താൽ 2 ലിറ്ററിൽ അധികം പെട്രോൾ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ അത്ഭുതം വാക്കുകൾ ഒതുക്കാൻ കഴിയുകയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് വനിതകളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. ഇപ്പോ സൗദി അറേബ്യയിൽ ഇപ്പൊ അടുത്ത കാലത്ത് വന്ന പിന്നെ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോ നമ്മുടെ പിന്നെ റിയാദില് അമീറ നൂറ സർവകലാശാല, അതിനെപ്പറ്റി പ്രത്യേകം സൂചിപ്പിക്കണം ഞാൻ ആഗ്രഹിക്കാം. ഇപ്പൊ റിയാദിലെ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാന റോഡിനോട് ചേർന്ന് 80 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്, 80 ലക്ഷം ചതുരശ്ര അടി വ്യാപിച്ചു കിടക്കുന്ന 15 കോളേജുകളിലായി 40,000 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന സർവകലാശാല ക്യാമ്പസാണ് അവിടെ ഉള്ളത്. അതിന് മെട്രോ ട്രെയിൻ സംവിധാനം വരെ അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തലസ്ഥാന നഗരിയിൽ തന്നെയാണ് അതുള്ളത്. എയർപോർട്ടിൽ 20 ബില്യൺ റിയാൽ ചിലവഴിച്ചാണ് അതിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ അധ്യാപകർക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെയുള്ള താമസ സൗകര്യങ്ങൾ, ലേഡീസ് ഹോസ്റ്റല്, ജുമാ മസ്ജിദ്, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അതേപോലെ തന്നെ വിനോദ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, ആശുപത്രി, റിസർച്ച് സെന്ററുകൾ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള, വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്. മെഡിക്കൽ കോളേജിനോട് ചേർന്ന് 700 കട്ടിലുള്ള ആശുപത്രികളുണ്ട്. അതേപോലെ തന്നെ കിങ് അബ്ദുൽ അസീസ് സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ അതുമായി സഹകരിച്ച് 3 റിസർച്ച് സെന്ററുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നാനോ ടെക്നോളജി, അതേപോലെ തന്നെ ബയോ സയൻസ്, അതേപോലെ തന്നെ വിവരസാങ്കേതിക വിദ്യ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിലാണ് ഈ ഗവേഷണ കേന്ദ്രങ്ങളുള്ളത്. ഇത് 3ഉം വളരെ അഡ്വാൻസ്ഡ് ആണ്. നാനോ ടെക്നോളജി ആയിരുന്നാലും, ബയോ സയൻസ് ആയിരുന്നാലും, ഇൻഫർമേഷൻ ടെക്നോളജി ആയിരുന്നാലും ആധുനിക കാലത്തിന്റെ സ്പന്ദനവുമായി ബന്ധപ്പെട്ട 3 റിസർച്ച് സെന്ററുകളാണ് കുസാറ്റുമായി ചേർന്ന്
അവിടെ പ്രവർത്തിക്കുന്നത്. ഇതില് പിന്നെ നമ്മുടെ ഈ സൗദി അറേബ്യയുടെ രാഷ്ട്രസ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവിന്റെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സഹോദരിയാണ് അമീറ നൂറ. ഈ അമീറ നൂറയുടെ പേരിലാണ് ഈ സർവകലാശാല രംഗത്ത് വന്നിരിക്കുന്നത്. വിദ്യാസമ്പന്നരായ വനിതകളെ വാർത്തെടുക്കുന്നതിൽ രാജ്യത്തെ സ്വകാര്യ സർവകലാശാലകളും കലാലയങ്ങളും സുദൃഢമായ സംഭാവനകൾ അർപ്പിക്കുന്നുണ്ട്. അവസാനം ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ അധിക സമയം എടുക്കുന്നില്ല. ജനാദിരിയ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നമ്മുടെ റിയാദ് ആസ്ഥാനമായി നടക്കാറുണ്ട്. സൗദി അറേബ്യയുടെ മുഴുവൻ പാരമ്പര്യവും വിളിച്ചോതുന്ന, നമുക്കറിയാം ഇതിന് സാഹിത്യപരമായ ഒരുപാട് പാരമ്പര്യം സൗദി അറേബ്യക്കുണ്ട്. നമ്മുടെ സംസ്കാരവും ചരിത്രവും പാരമ്പര്യവും എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ടു വാക്കുകൾ കൂടി പറയാം. ഉക്കാവ ചന്തയെക്കുറിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉക്കാവ ചന്ദ്ര ജാഹിലിയ കാലത്ത് പിന്നെ അറബികളുടെ കവിതാ സംഗമവേദി, അവരുടെ സാഹിത്യ മത്സരങ്ങളുടെ വേദി, അതേപോലെ തന്നെ അവരുടെ വ്യാപാര കേന്ദ്രം, ഇതൊക്കെയായിരുന്നു ഉക്കാവ ചന്ത എന്ന് പറയുന്നത്. സ്വന്തം ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പിന്നെ അതേപോലെ തന്നെ മഹിമയും അവരുടെ ശൂരത്വവുമൊക്കെ പ്രകടിപ്പിക്കുന്നതിന് അവർ ഉപയോഗിച്ചിരുന്ന കേന്ദ്രമാണത്. കവിത എന്ന് പറഞ്ഞാൽ വെറും കവിത അവതരിപ്പിക്കുക മാത്രമായിരുന്നില്ല അവർ ചെയ്തിരുന്നത്. നമ്മുടെ സൗദി അറേബ്യയുടെ പാരമ്പര്യം ഈ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ ഈരടികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ കലഹത്തിനും കലാപത്തിനും പ്രേമത്തിനും അതേപോലെ തന്നെ വീര്യം പകരുന്നതിനും ഒക്കെ അവരുപയോഗിച്ചിരുന്ന കവിതകളായിരുന്നു. ഇതില് യുദ്ധത്തിനെന്ന പോലെ തന്നെ അംഗക്കലികളൊടുക്കി അറബ് ജീവിതത്തിൽ സൗഹാർദ്ദം കെടുപ്പിടിപ്പിക്കാനുള്ള ഒറ്റമൂലിയും ആ ഉക്കാമ ചന്തയിൽ പലപ്പോഴും രൂപം കൊണ്ടിരുന്നു. ചുരുക്കത്തില് ഒരു കാലഘട്ടത്തിൽ ഹിജാസ് എന്ന് പറയുന്ന പ്രാചീനമായ അറേബ്യയുടെ പ്രാന്തപ്രദേശങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ ദേശീയവും സാമൂഹികവുമായ സാംസ്കാരിക ജീവിതത്തിന്റെയും ഒരു പിന്നെ പരിച്ഛേദമായിരുന്നു ഉക്കാവ എന്ന് പറയുന്ന ചന്ത. അവിടെ ആ ചന്തയില് കവിത അവതരിപ്പിക്കണമെങ്കിൽ നേരത്തെ അനുമതി വാങ്ങണമായിരുന്നു. അങ്ങനെ ആളുകളുടെ അനുമതി വാങ്ങി കയ്യടി നേടിയ കവിതകൾ കഅബാലയത്തിന്റെ ചുമരുകളിൽ എല്ലാവർക്കും കാണുന്നതിനും വായിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ആ കവിതയ്ക്കുള്ള ഒരു ആദരം എന്ന നിലയിൽ, കവിക്കുള്ള ഒരു അംഗീകാരം എന്ന നിലയിൽ കഅബാലയത്തിന് മുകളിൽ കെട്ടിത്തൂക്കുന്ന ഒരു സമ്പ്രദായം വരെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അങ്ങനെ അറബികളുടെ ചുണ്ടിൽ പഴയ കാലത്ത് തന്നെ സാഹിത്യവും കവിതയുമൊക്കെ അലവല്ലിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. അതില് പിന്നെ ഇതില് ഹിജാസിന്റെയും പിന്നീട് സൗദി അറേബ്യയുടെയും ജീവിതവുമായി ഇഴതിരിക്കാൻ കഴിയാത്ത, അവരുമായി ചേർന്ന് നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഫെസ്റ്റിവലാണ് ജനാദിരിയ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതാണ് ഞാൻ അവസാനമായി മുഅല്ലക്ക, അവിടെ സലഫിക്കാരൻ അടിച്ചതുപോലെ മുഅല്ലക്കയാണ് അവരുടെ കവിത. പിന്നെ പണ്ട് റൗളത്തുൽ സുവൈസ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇന്നത്തെ ജനാദിരിയ എന്ന് പറയുന്ന ഈ പിന്നെ പ്രാചീന സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദർശനം. അതൊരു പ്രാചീന പട്ടണത്തിന്റെ എല്ലാ സ്വഭാവത്തോടും കൂടിയാണ് അവർ എല്ലാ വർഷവും ഒരുക്കി വരുന്നത്. പൗരാണിക നജിദി ജീവിതത്തിന്റെ സൂചകമെന്ന നിലയിൽ പ്രസക്തമാകുന്ന റൗളത്തുൽ സുവൈസിൽ നിന്ന് ജനാദിരിയിലേക്കുള്ള ദൂരം നിശ്ചലമായ കാലത്തിന്റെ ചലന ഗവേഷണങ്ങളിലേക്കുള്ള ദൂരം കൂടിയാണ് എന്ന് സാഹിതീയമായി പലരും പരാമർശിച്ച് കാണുന്നുണ്ട്. അതിന് സൗദി ദേശീയ സാംസ്കാരിക പൈതൃകാഘോഷങ്ങൾക്കുള്ള ഈ സ്ഥിരം വേദിയിൽ അറേബ്യൻ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ സംഗമ കേന്ദ്രമായി മാറാറുണ്ട്. അവിടെ റിയാദിലുള്ള സഹോദരന്മാർക്കൊക്കെ എല്ലാ വർഷവും അവിടെ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടാകാറുണ്ട്. ദേശീയവും സാംസ്കാരികവുമായ ഒരു ആഘോഷം, അതേപോലെ തന്നെ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന പൈതൃക കാഴ്ചകളുടെ ഒരു ഗ്രാമവുമാണ് സത്യത്തിൽ ജനാദിരിയ എന്ന് പറയുന്ന ഉത്സവം. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായി അറേബ്യൻ ജീവിതത്തിന്റെ വർണ്ണവൈവിധ്യങ്ങൾ കൊണ്ടും ആദിമകാല ചരിത്രകാല വിശേഷങ്ങൾ കൊണ്ടും തുടിപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരാതന നഗരിയാണ് ജനാദിരിയ ഫെസ്റ്റിവലിൽ എല്ലാ വർഷവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ
ഒട്ടകപ്പന്തയ മത്സരം എന്ന നിലയിൽ ആരംഭിച്ച മേളയായിരുന്നു ഇത്. പിന്നീട് രാജ്യത്തിന്റെ പൈതൃകം, സംസ്കാരം, സാഹിത്യം, കല, കവിത തുടങ്ങി നാനാ മേഖലകളിലുമുള്ള ആസ്വാദനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാംസ്കാരിക സംഗമവേദിയായി ജനാദരിയ ഉത്സവം മാറുകയായിരുന്നു. നജ്ദ്, ഹിജാസ്, അസീർ, തബൂക്ക്, ഹായിൽ, അതേപോലെ തന്നെ കിഴക്കൻ പ്രവിശ്യ, അൽ-അഹ്സ തുടങ്ങിയ കഴിഞ്ഞ നൂറ്റാണ്ടിലെ നാട്ടുകൂട്ടായ്മകളുടെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഒരു കുടക്കീഴിലുള്ള സമ്മേളനമാണ് ഈ ജനാദരിയ എന്ന് പറയുന്ന ഉത്സവം. ഞാനിത് പറയാൻ കാരണം ചരിത്രത്തെയും പാരമ്പര്യത്തെയും അറിയുവാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്കും അതേപോലെ തന്നെ പഠിതാക്കൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും യാത്രികർക്കുമൊക്കെ ജനാദരിയ ഉത്സവത്തിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ സ്പന്ദനങ്ങൾ നേർക്കുനേരെ തൊട്ടറിയുവാനുള്ള 1932 ഒറ്റ കുടക്കീഴിൽ അണിനിരന്ന സാംസ്കാരിക സവിശേഷതകളുടെ സംഗമവേദി കൂടിയാണ് ജനാദരിയ എന്ന് പറയാം. സൗദിയുടെ 13 പ്രവിശ്യകളിലെയും കലാസാംസ്കാരിക സവിശേഷതകൾക്ക് അതിന്റേതായ തനിമയിൽ വേദിയൊരുക്കുന്നതാണ് ഈ ഉത്സവത്തിലൂടെ സൗദി അറേബ്യ ചെയ്യുന്നത്. സൗദിയിൽ ശൈത്യകാലത്തിന്റെ കാഠിന്യം കുറയുന്ന ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് സാധാരണഗതിയിൽ ജനാദരിയ മേള അരങ്ങേറുക. കാവ്യമേള മുതൽ കുതിരപ്പന്തയം വരെയും പൌരാണിക കാർഷിക രീതി മുതൽ പാരമ്പര്യ വസ്തുക്കളുടെ വിപണി വരെയും ഈ ദിനത്തിൽ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ടാവും. ഓരോ ദേശീയ സാംസ്കാരിക ആഘോഷകാലത്തും ജനാദരിയയിലേക്കുള്ള യാത്രകൾ മറ്റൊരു ചലനവേഗതയിലുള്ള നാട്ടിലേക്കും നാഗരികതയിലേക്കുമുള്ള യാത്രയായി തോന്നും എന്ന് ഇന്ന് എഴുതിയ ഒരു ലേഖനത്തിലെ പരാമർശം പോലും ഞാൻ ഓർക്കുകയാണ്. അതായത് നമ്മൾ ഏതോ ഒരു പുരാതന സംസ്കൃതിയിലേക്ക് നടന്നു പോവുകയാണ് എന്ന് നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം സൗദി അറേബ്യയുടെ സംസ്കാരവും പാരമ്പര്യവും അതിന്റെ പുരാതനകാല സ്പന്ദനങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ സന്ദർശിക്കണം. ഞാൻ എന്റെ ഈ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സ്പർശിക്കാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഇതില് ഒരു ദേശീയ ഒരു സ്വാതന്ത്ര്യ ദിനം ഒരു നാഷണൽ ഡേ എന്ന നിലയിൽ നേർക്കുനേരെ പരാമർശിക്കാവുന്ന ചില പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ വിഷയങ്ങളിലേക്ക് കടന്നുവരാം. വളരെയധികം വലിയ സാംസ്കാരിക പാരമ്പര്യവും തനിമയും ആദർശ കരുത്തും അതേപോലെ തന്നെ സാമ്പത്തിക സുസ്ഥിതിയും സാങ്കേതികമായ കാഴ്ചപ്പാടുകളും വിദേശികളെ ഉൾക്കൊള്ളുവാനുള്ള വിശാലമായ മനസ്സുമുള്ള ഒരു മഹാരാജ്യമാകുന്നു. അതിനെല്ലാം അപ്പുറം അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച മണ്ണാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാൻ പടച്ചവൻ തിരഞ്ഞെടുത്ത ഭാഷയാണ്. ലോക മുസ്ലിങ്ങളുടെ കേന്ദ്രമായ ഇരു ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ രാജ്യം പൂർവോപരി ശക്തിയിൽ മുന്നോട്ടു പോകുവാനും ദീനിന്റെ കാവൽഭടന്മാരായി നിലകൊള്ളുവാനുമുള്ള കരുത്ത് ഇതിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ വിദേശികൾക്കും തുറന്ന മനസ്സോടുകൂടിയുള്ള സൌകര്യങ്ങൾ ഒരുക്കുവാൻ ഇനിയുള്ള കാലവും അവർക്ക് സാധിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗദി അറേബ്യയുടെ ചരിത്രവും പാരമ്പര്യവും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ MT മനാഫ് മാഷാണ് ഇപ്പോൾ സംസാരിച്ചത്. വിഷയത്തിന്റെ വിവിധ തലങ്ങൾ സ്പർശിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറെ കാര്യങ്ങൾ ആധുനിക സൗദി അറേബ്യയുടെ ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. 1932 അൽ മംലക്കത്തുൽ അറബിയ്യത്തു സൗദിയ
കിങ്ഡം ഓഫ് സൗദി അറേബ്യ അത് നിലവിൽ വന്നതായി പ്രഖ്യാപനമുണ്ടാവുകയും അതിന്റെ രാജാവായി അബ്ദുൽ അസീസ് രാജാവ് ചുമതലയേൽക്കുകയും ചെയ്ത പ്രഖ്യാപനത്തോടുകൂടിയാണ് ഈ ദിവസമാണത് സെപ്റ്റംബർ 23 അഥവാ 1351 ജമാഅത്തുൽ ഊല 21-നായിരുന്നു ആ പ്രഖ്യാപന ഒരു വ്യാഴാഴ്ച. ഈ സുദിനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ബഹുമാന്യനായ നമ്മുടെ സലീം സുല്ലമി നിർവഹിക്കുകയുണ്ടായി. നേരത്തെ അതിലെ വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് MT മനാഫ് മാഷ് ഇപ്പോൾ സംസാരിച്ചത്. ഇനി ഇത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കുറെ ആളുകൾ ഇവിടെ രംഗത്തുണ്ട്. ഇതിലേക്ക് എത്തിയിട്ടുള്ള ആളുകളൊക്കെ സംസാരിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ക്ഷണിതാക്കളും അല്ലാത്തവരുമായ ആളുകളൊക്കെ തയ്യാറായിരിക്കുക. ഇനി സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ഷമീർ സലാഹിയാണ്. അദ്ദേഹത്തെ മൈക്കിലേക്ക് സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനനായ അസീസ് ക എന്റെ മുമ്പ് കൈയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ പേര് വിളിച്ച സ്ഥിതിക്ക് മൈക്കെടുത്തു എന്ന് മാത്രം. നാം കേരള ഇസ്ലാഹി ക്ലാസ് റൂമിലെ വളരെ സാന്ദർഭികവും അനുയോജ്യവുമായ ഒരു വിഷയത്തിലുള്ള ചർച്ചയും പഠനവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സൗദി അറേബ്യയുടെ ദേശീയ ദിനം ആചരിക്കുന്ന ഇന്നത്തെ ഈ സുദിനത്തിൽ സൗദി അറേബ്യയുടെ ചരിത്രവും സംസ്കാരവും എന്ന ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് അറേബ്യൻ സമൂഹത്തിന്റെ, അവിടെ താമസിക്കുന്ന പ്രവാസികളായ മലയാളികളുടെ ഒരു പൊതുവികാരം എന്നതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ പ്രവാസികളുടെ ഒരു പ്രത്യേകമായ ഒരു താൽപര്യം കൂടി ഈ വിഷയത്തോട് നമുക്ക് ഉണ്ട് എന്നുള്ള നിലക്കൊക്കെയാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയും ചർച്ച ചെയ്യുകയും ഉണ്ടായിട്ടുള്ളത്. വിഷയത്തിന്റെ അവതരണം ആദരണീയനായ മനാഫ് മാസ്റ്റർ നിർവഹിക്കുകയുണ്ടായി. വിഷയം അവതരിപ്പിച്ചു, സംസാരിച്ചു. അദ്ദേഹം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ, ആധുനിക സൗദി അറേബ്യയുടെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഹൃദ്യമായ കുറെ ആശയങ്ങൾ, കുറെ കാര്യങ്ങൾ നമ്മുടെ മുൻപാകെ പങ്കുവെക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു വിഷയം പഠിക്കാനും ഈ സമയത്ത് ഈ വിഷയാവതരണത്തോട് കൂറ് പുലർത്തിക്കൊണ്ട് സംസാരിക്കാനും ശ്രമിച്ച ആദരണീയനായ മനാഫ് മാസ്റ്റർക്കുള്ള കൃതജ്ഞതയും നന്ദിയും കൂടി ഈ സന്ദർഭത്തിൽ വ്യക്തിപരമായി രേഖപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. കൂടാതെ വളരെ ദീർഘിപ്പിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരു ആശംസ ആ നിലക്ക് സംസാരിക്കുന്ന ഒരാൾക്ക് അവസരമുണ്ടാവുകയില്ലല്ലോ. വളരെ കുറഞ്ഞ 2 വാക്കുകൾ മാത്രം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പറയാനാണ്
ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സൗദി അറേബ്യയുടെ ചരിത്രം പരതുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ 1938 എണ്ണ സ്രോതസ് ഈ പ്രദേശത്ത് ഉണ്ടാവുകയും കണ്ടെത്തപ്പെടുകയും അത് ഉപയോഗിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള ടെക്നിക്കൽ പുരോഗതിയിലേക്ക് ഈ രാജ്യം എത്തിപ്പെടുകയും ചെയ്യുന്നതിന്റെ മുൻപ് ഈ മഹത്തായ രാജ്യം വളരെ പരിമിതമായ കാർഷിക വൃത്തിയിൽ നിന്ന് കിട്ടുന്ന, കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആശ്രയിക്കുന്നവരും, പിന്നെ മക്കയും മദീനയും ഇങ്ങനെയുള്ള രണ്ട് മുസ്ലിംകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരാധനാ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന മസ്ജിദുൽ ഹറാം, ഇരു ഹറമൈൻ, രണ്ട് ഹറമുകൾ നിലകൊള്ളുന്ന പ്രദേശം എന്നുള്ള നിലക്ക് തീർത്ഥാടക സംഘങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്നത്തെ സൌകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ആ തീർത്ഥാടകരിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനവും ഇതൊക്കെ മാത്രമായിരുന്നു ഈ മഹത്തായ ഭൂമികയുടെ, ഈ രാജ്യത്തിന്റെ മുഖ്യ സാമ്പത്തിക സ്രോതസ് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. ഞാന് ആ ഭാഗമൊക്കെ കേൾക്കുകയും വായിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ആലോചിച്ചു പോയത്, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇവിടുത്തെ രാജകുടുംബത്തിലെ ആദിമ നേതാക്കന്മാരുമായിക്കൊണ്ട് കൂട്ടുകൂടി ഒരു ഇസ്ലാമിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന, ആ കാലഘട്ടത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഇസ്ലാമിക നവോത്ഥാനം, അന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ആ ഇസ്ലാമിക നവോത്ഥാനം ഏറെക്കുറെ അതിന്റെ തനതായ അർത്ഥത്തിലും തനിമയിലും ഇന്നും നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായി നോക്കിക്കാണുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇസ്ലാമിക നവോത്ഥാനത്തിന് ഈ മണ്ണിൽ, ഈ പ്രദേശത്ത് തുടക്കം കുറിക്കുന്നതിന്റെ മുൻപ് ഉണ്ടായിരുന്ന ഒരവസ്ഥ, ഞാന് റിയാദിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറമുള്ള ഷക്കറ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ മക്തബുത്ത ആവുനയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നത്തെ ഒരു സമയത്ത്, അന്ന് ഓർക്കുകയാണ്, അവിടെ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ആദരണീയനായ CP ഉമർ സുല്ലമി പങ്കെടുത്ത ഒരു ദിവസം. അന്ന് CPയുടെ പ്രോഗ്രാം കഴിഞ്ഞ്, പ്രഭാഷണ പരിപാടി കഴിഞ്ഞ്, മക്തബുദ് ദഅവയുടെ ജാലിയാത്തിന്റെ ഡയറക്ടർമാരടക്കമുള്ള ഒരു ടീമുമായിക്കൊണ്ട് ഒരു ചെറിയ പിക്നിക്കിന് പുറത്തുപോയ സന്ദർഭത്തിൽ CPയോട് ഞങ്ങൾ ഷക്രയിൽ നിന്ന് 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉഷൈഖർ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് പോയപ്പോൾ, അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സൗദികളായ അറബികൾ CPയോട് പങ്കുവച്ച ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇവിടെ വരുന്നതിന്റെ മുൻപുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ, ഒരു പ്രത്യേക മലയെ കാണിച്ചു കൊടുക്കുകയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ തുടക്കം കുറിക്കുന്നതിന്റെ മുൻപുണ്ടായിരുന്ന അന്നത്തെ അവിടുത്തുകാരുടെ ഒരവസ്ഥ, ആ മലക്കു ചുറ്റും പോലും പ്രത്യേകമായ ബർക്കത്തെടുക്കുന്ന രീതിയിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾ പോലും ആ പ്രദേശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഓർക്കുകയാണ്. അപ്പോൾ അത്രമാത്രം ബഹുദൈവ ആരാധനകളോടും ശിർക്കിനോടും ഒട്ടിച്ചേർന്നിരുന്ന ഒരു സമൂഹത്തെയാണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇസ്ലാമിക നവോത്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ഇസ്ലാഹ് നടത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നും അദ്ദേഹത്തിന്റെ
ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണമായ പിന്തുണയായിരുന്നു മഹാത്മാക്കളായ ഈ രാഷ്ട്രത്തിന്റെ ശില്പികൾ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു, ഈ രാജ്യം മുൻപ് എണ്ണസ്രോതസ് കണ്ടെത്തുന്നതിന്റെ മുൻപ് ഒരു ദരിദ്ര രാജ്യമായിരുന്നു. ഇവിടുത്തെ മുഖ്യ വരുമാന സ്രോതസ് തീർത്ഥാടകരിൽ നിന്ന്, കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന്, കർഷകരിൽ നിന്ന് ആ നിലക്ക് കിട്ടുന്ന വരുമാനവും മാത്രമായിരുന്നു മുഖ്യമായിട്ടും ഉണ്ടായിരുന്നത്. അത് വായിച്ചപ്പോൾ ഓർത്തുപോയത്, നമ്മുടെ നാടുകളിൽ ഏതെങ്കിലും മതപരമായ ആഘോഷങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മതത്തിന്റെ പേരിൽ, മതപരമായതല്ല മതത്തിന്റെ പേരിൽ കൊണ്ടു നടക്കുന്നത് കൃത്യമായും വരുമാനമാർഗം ആക്കി തീർക്കാനുള്ള, ഉദാഹരണമായി ഇപ്പോ ഖബറുകൾ കെട്ടിപ്പൊക്കുകയും ആ ഖബറുകളിൽ നേർച്ചക്കുള്ള സ്ഥലമായി കാണുകയും അവിടങ്ങളിൽ തീർത്ഥാടനം ചെയ്യുന്ന സന്ദർശകരുടെ അടുക്കൽ നിന്ന് അതിന്റെ പേരിൽ വരുമാനം വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതി വളരെ വ്യാപകമായി ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഞാൻ ഓർത്തുപോയത്, ആ മഹത്തുക്കളേക്കാൾ നമ്മുടെ നാടിൽ കബറടക്കപ്പെട്ട് കബർ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുള്ള മഹത്തുക്കളേക്കാൾ എത്രയോ മഹാത്മാക്കളും ഉന്നതന്മാരും ആയിട്ടുള്ള ഔലിയാക്കന്മാരും പ്രവാചകന്മാരും അടങ്ങുന്ന, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയടങ്ങുന്ന മഹത്തുക്കളായ സ്വഹാബാക്കിറാമിന്റെയൊക്കെ ധാരാളക്കണക്കിന് ഖബറുകൾ കുടിക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് ഒരു കേവലം ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി അവിടെ വന്നിട്ടുള്ള ഓരോ തീർത്ഥാടകരിൽ നിന്നും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ ഖബറുകൾ നിശ്ചയിക്കുകയും അവിടങ്ങളിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാമ്പത്തികമായിട്ടുള്ള വരുമാനം അത് സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ എണ്ണസ്രോതസ് കണ്ടെത്തുന്നതിന്റെ മുൻപ് തന്നെ ഈ മഹത്തായ രാജ്യം ഈ തീർത്ഥാടക ലക്ഷങ്ങളുടെ അടുക്കൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനം കൊണ്ട് വളരെ വലിയ സാമ്പത്തികമായ പുരോഗതിയിലേക്ക് എത്തിപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഓർത്തുപോയത്. പക്ഷേ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം ഇസ്ലാമിന്റെ യഥാർത്ഥ നവോത്ഥാനം മുന്നോട്ട് വയ്ക്കുകയും അതിന് സമ്പൂർണമായ പിന്തുണ ഇവിടുത്തെ രാഷ്ട്രശില്പികൾ അക്കാലഘട്ടത്ത് നൽകുകയും ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളത് മറിച്ച ഒരു ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇസ്ലാമിന്റെ തൗഹീദിന്റെ, അത് സമ്പൂർണമാണ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല എങ്കിൽ കൂടി തൗഹീദിന്റെ ഒരു സമ്പൂർണമായ ഒരു ജാഗരണം ഇന്നും ഈ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, നേരത്തെ ഉദ്ഘാടനം ചെയ്ത ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സലീം സുല്ലമി സൂചിപ്പിച്ചതുപോലെ ഈ മഹത്തായ രാജ്യത്തിന്റെ ഭരണകർത്താവ് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ അസീസ് ഹഫിളഹുല്ല അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് ഒരു വിസിറ്റിംഗ് നടത്തിയ സന്ദർഭത്തിൽ ഏതെങ്കിലും അജ്മീർ പോലെയുള്ള, രാജ്ഘട്ട് പോലെയുള്ള രാജ്യത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സന്ദർശകർ ചെയ്യുന്ന പ്രോട്ടോകോൾ പ്രകാരം ചെയ്യാറുള്ള അത്തരം പുഷ്പാർച്ചനകളോ ആ നിലക്കുള്ള സിയാറത്തുകൾ പോലും ചെയ്യാൻ കൂട്ടാക്കാതെ മാറി നിൽക്കുന്ന, ആ നിലക്ക് ആദർശ തനിമയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രം നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന നിലക്ക് ബാക്കിയാക്കിയത് ഇന്ന് നമ്മൾ ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി നമുക്ക് ഓർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വളരെ വലിയ നവോത്ഥാനത്തിന്റെ ഒരു തെളിമ ഇവിടെ നമുക്ക് ഈ രാഷ്ട്രം നിലവിൽ വന്നതോടുകൂടി കാണാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഓർത്തുപോവുകയാണ്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. വിഷയാവതരണത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും പ്രഗത്ഭരായ കുറെ ആളുകൾ മൈക്കിലേക്ക് വരേണ്ടതുണ്ട്. കുറെ ആളുകളുടെ പേരുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെയും സംസാരിക്കാൻ വേണ്ടി രംഗത്ത് വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ദീർഘിച്ചുപോയെങ്കിൽ
ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഷമീർ സലാഹിക്ക് നന്ദി. ഇനി അടുത്തത് സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനനായ അബ്ദു മാഷാണ്. അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറല്ലാഹ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെ സൗദി അറേബ്യയുടെ ഈ ദേശീയ ദിനത്തില് സൗദി അറേബ്യയെക്കുറിച്ചുള്ള വിശദമായ ഒരു വിവരണം പല പണ്ഡിതന്മാരിൽ നിന്നും പല നേതാക്കന്മാരിൽ നിന്നും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇവിടെ ഇനി ഇത് സംബന്ധമായി ബഹുമാന്യനായ മനാഫ് മാഷും ഷമീർ സലാഹിയും സലീം സുല്ലമിയും ഒക്കെ അവതരിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ കൂടുതലായി കഴിവുകേട് എനിക്കൊണ്ട് പറയാനുള്ള അർഹതയോ അതിനുള്ള വിവരമോ ഇല്ല എന്നുള്ളത് തോന്നുന്നവരാണ്. ഇവിടെ ഞാന് ഈ വിഷയത്തില് ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു മലയാളി എന്നുള്ള നിലക്ക്, നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ കേരളീയൻ എന്നുള്ള നിലക്കും ഒരു സാധാരണക്കാരനായി നിന്നുകൊണ്ട് സൗദി അറേബ്യയെ നോക്കിക്കാണാനും അതുപോലെ ഒരു മുജാഹിദായി സൗദി അറേബ്യയുടെ ഈ വളർച്ചയെ നോക്കിക്കാണാനും മുജാഹിദ് എന്നുള്ള നിലയിൽ നോക്കിക്കാണാനും ആഗ്രഹിക്കുന്നത്. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. നമ്മള് ഇന്ത്യക്കാർക്ക് ഇന്ന് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം, ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് ഒരു വലിയൊരു സംഘം ജോലി ചെയ്യുന്ന ഓരോ പ്രദേശങ്ങളിൽ നിന്നും ഓരോ സംഘം ഈ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ സൗദി നൽകുന്ന രാജ്യം എന്നുള്ള നിലക്ക് നമുക്ക് പ്രിയപ്പെട്ട രാജ്യമായിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്നുള്ള നിലക്ക് പുരോഗമന ആശയങ്ങൾ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത, ഈ ലോകത്തിന് സംഭാവന ചെയ്ത രാജ്യം എന്നുള്ള നിലക്കാണ് സൗദി അറേബ്യ അറിയപ്പെടുന്നത്. ഈ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ രൂപം കൊള്ളുന്ന അന്ധകാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ശക്തമായി നിലകൊണ്ട ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഊർജവും വളവും നൽകിയത് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വന്ന ഈ സൗദി അറേബ്യയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അദ്ദേഹത്തിന് സഹായകമായി ഇവിടുത്തെ സൗദി ഭരണകൂടവും ഒക്കെ അനുവർത്തിച്ച നയങ്ങൾ, അത് നമ്മുടെ ഈ പ്രസ്ഥാനത്ത് നമ്മുടെ പുരോഗമന ആശയങ്ങൾക്ക്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഈ സമൂഹത്തെ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള അത്തരം പ്രവർത്തനങ്ങൾക്ക് സൗദി അറേബ്യയുമായുള്ള ബന്ധം നമുക്ക് വളരെ പ്രചോദനവും അതിന് ശക്തിയും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ആത്മബന്ധം ഈ രാജ്യത്തോട് വരുന്നത്, എല്ലാ മുസ്ലിങ്ങളെയും പോലെ ഇവിടെ മക്കയും മദീനയും അടങ്ങുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാട് ഈ മക്ക, മദീന, ഈ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കഅബയും മറ്റു പ്രദേശങ്ങളൊക്കെ നമ്മുടെ പുണ്യ നഗരങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യം എന്ന നിലയ്ക്ക് ഓരോ മാത്രമേ സൗദി അറേബ്യയെ നോക്കിക്കാണാൻ കഴിയുള്ളൂ. സൗദിയുടെ മണ്ണിന് മൊത്തത്തിൽ ആ വിശുദ്ധി അവകാശപ്പെടാനില്ലെങ്കിൽ പോലും നമുക്ക് സൗദി അറേബ്യ ഈ രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തെ നമുക്ക് വികാര വായ്പോടെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. മറ്റ് അറബ് രാജ്യങ്ങളിലൊന്നുമില്ലാത്ത, മറ്റ് അറബ് രാജ്യങ്ങളോടൊന്നും തോന്നാത്ത ഒരു പ്രതിപത്തി, ഒരു വികാരം നമുക്ക് ഈ രാജ്യത്തോട് തോന്നാൻ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ പലപ്പോഴും ആളുകൾക്ക് ഈ രാജ്യം നമുക്ക് അന്നം തന്നു, നമുക്ക് ജോലി തന്നു, നമ്മളെ ഒരുപാട് ആളുകളെ നമ്മുടെ രാജ്യത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള സാമ്പത്തിക കഴിവ് നമുക്ക് ഈ രാജ്യം കൊണ്ടുണ്ടായിട്ടുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളും ഉണ്ടെങ്കിൽ പോലും സൗദി അറേബ്യയെ പോലെ ഇത്ര വിപുലമായ ഒരു രാജ്യത്ത് നമുക്ക് മറ്റു പ്രശ്നങ്ങളും അധികം പ്രയാസങ്ങളൊന്നുമില്ലാതെ, ഒറ്റപ്പെട്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി നിർത്തിയാൽ ഇല്ലാതെ ഈ രാജ്യം നമ്മളെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു.
അതിന് നമുക്ക് ഈ രാജ്യത്തോട് കടപ്പാടുണ്ട്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളോട് കടപ്പാടുണ്ട്. അവരെ ഈ സംസ്കാരത്തിന് ഉടമകളാക്കിയ ഈ ഇസ്ലാമിക ആദർശ സംഹിതയോട് നമുക്ക് കടപ്പാടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ നീട്ടുന്നില്ല. ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിലൂടെ വളരെ വലിയ വിവരങ്ങളാണ് നമുക്ക് ഇന്ന് ലഭിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ പ്രൊഫസർ CP ഷഫീഖ്, അതുപോലെ തന്നെ MT മനാഫ് മാഷ്, ഇപ്പോൾ ഷമീർ സലാഹി, C സലീം സുല്ലമി തുടങ്ങിയ ആളുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ കനപ്പെട്ട അറിവുകൾ നമ്മുടെ ഭാവി ജീവിതത്തിലും നമ്മുടെ വരും കാലങ്ങളിലുമൊക്കെ നമുക്ക് ഉപകാരപ്പെടുമാറാവട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനനായ അബ്ദുമാഷിക്ക് നന്ദി. ഈ സൗദി അറേബ്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഇനി വിഷയവുമായി സംസാരിക്കാൻ തയ്യാറുള്ളവരൊക്കെ കൈയോർത്തി മുന്നോട്ട് വരണം. ഇന്ന് സൗദി അറേബ്യ അതിന്റെ ദേശീയ ദിനം ആചരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇസ്ലാഹി ക്ലാസ് റൂമിൽ, കേരള ഇസ്ലാഹി ക്ലാസ് റൂമിൽ ഇത്തരമൊരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. ആളുകൾ വളരെ സജീവമായി ഇതിൽ പങ്കെടുത്തു എന്നത് ഈ വിഷയകമായി നമുക്കുള്ള താൽപര്യത്തെയാണ് കാണിക്കുന്നത്. ഇനി ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കാൻ തയ്യാറുള്ള മുമ്പോട്ട് വരിക. നമ്മളെ അസീസ് അവിടെ ഉണ്ടല്ലോ, റെഡിയല്ലേ? സംസാരിക്കാലോ അല്ലേ? നമ്മുടെ അസീസ് കാലിക്കറ്റ്, അസീസ് ഖാണ് ഇനി അടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ ഇനി സംസാരിക്കാൻ തയ്യാറുള്ള ആളുകളൊക്കെ കൈയുയർത്തി മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ശബ്ദം വന്നത് വേറെ ഒന്നല്ല, റെക്കോർഡിംഗിലായിരുന്നു. അത് ചെറിയ കോൺഫ്ലിക്ട്സ് ആയിരുന്നു. ഇത് വളരെ നല്ലൊരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. പരമകാരുണ്യവാനായ റബ്ബിന്റെ കാരുണ്യം കൊണ്ട് ഈ രാഷ്ട്രം 81ാം സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ദേശീയ ദിനം ആഘോഷിക്കുകയാണ്. വളരെ ഭംഗിയായി നടക്കട്ടെ എന്ന് അതിനായി ആശംസിക്കുന്നു. തീർച്ചയായും ഇതുപോലുള്ള സൗകര്യമായ രാഷ്ട്രങ്ങളാണ് ഇന്ന് ലോകത്ത്, അല്ലെങ്കിൽ ഇന്ന് ലോകത്തിന് മുന്നിൽ തന്നെ മുസ്ലിമുകളെ എടുത്തു കാണിക്കപ്പെട്ട രാഷ്ട്രങ്ങളായി നിൽക്കുന്നത്. അതിൽപ്പെട്ട ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നാമത് സാമ്പത്തിക സ്രോതസ് കൊണ്ട് വളരെയധികം ധാതുക്കളും അതുപോലെ സ്വർണ്ണഖനികളും ഏഴുമെല്ലാം സമ്പന്നമായ ഈ രാഷ്ട്രം എന്തുകൊണ്ടും ഇന്നും അറിയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇവിടുത്തെ ഹർമൈൻ ഷെയ്ഖൈൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തിരുഗ്രഹങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ മക്കയും മദീനയും നിലകൊള്ളുന്ന ഈ പുണ്യ ഭൂമിയിൽ വരികയും നമുക്കെല്ലാം ജോലി ചെയ്യാൻ തിരപ്പെടുകയും ചെയ്തത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ 1916 ഇന്നത്തെ ജോർദാൻ രാജാവിന്റെ അമ്മാവൻ, അന്ന് ബ്രിട്ടീഷ് രാജാവായിരുന്ന എന്താ പറയുക,
എഡ്വിൻ ഏഴാമൻ അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഷെരീഫ് ഹുസൈൻ എന്ന രാജാവ് സർവേ കഴിക്കുകയും അതിനുശേഷമാണ് അബ്ദുൽ അസീസ് രാജാവ് ഈ രാജ്യം കീഴടക്കുകയും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയും ഈ നാട് സ്വന്തമാവുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരുന്ന പഴയ നാണയങ്ങളെല്ലാം ഇന്ത്യയുടെ നാണയങ്ങളായിരുന്നു. കാരണം 1904 എന്നുവെച്ചാൽ 100 വർഷത്തിന് മേലെ പഴക്കമുള്ള നാണയം എന്റെ കയ്യിലുണ്ട്. അതിൽ ശരിക്കും എഡ്വിൻ ഏഴാമൻ രാജാവിന്റെ ലോഗോ കിട്ടിയിട്ടുള്ള ഈ നാണയം വളരെ എനിക്ക് തോന്നുന്നത് കുറച്ച് പീസസ് ഇതാണ് കിട്ടാണ് അങ്ങനെ എന്റെ കയ്യിൽ എത്തിപ്പെട്ടതാണ്. അത് ബ്രിട്ടീഷുകാർ എടുക്കുന്ന കാലത്ത് പോലും ഇന്ത്യയുമായി ഈ മണ്ണ് അല്ലെങ്കിൽ ഈ നാട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇന്ത്യയുടെ നാണയങ്ങളായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ രാഷ്ട്രം വിദേശികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ മുക്കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ നിന്നെല്ലാം ആദ്യം നിയമം കൊണ്ടുവന്നപ്പോൾ അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി വിദേശികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണെന്നും 3-4 മാസങ്ങൾ